പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഇന്ന് ഇന്റർനാഷണൽ ഡേ അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക്കിംഗ് അതിനെക്കുറിച്ച് ഒരു വെബിനാർ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 1987 UN ജനറൽ കൗൺസിൽ ഇത്തരം ഒരു ദിനാചരണത്തിന് തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇന്നുവരെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വിവിധ പരിപാടികൾ ഈ ദിവസത്തിൽ ആചരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ യുവജനത ഡ്രഗ് അബ്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്ത് ഒരു തലമുറയെ മുഴുവനാണ് നശിപ്പിക്കുന്നത്. നമ്മുടെ ബ്രെയിനിന്റെ ഫ്രണ്ടൽ കോർട്ടക്സ് ഭാഗത്തെയാണ് ഈ ഡ്രഗ് ബാധിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ മുഴുവനായിട്ടാണ് ഇത് ബാധിക്കുന്നത്. ഒരു മനുഷ്യന് ഏത് രീതിയിൽ പെരുമാറും എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു ബ്രെയിനിന്റെ ഭാഗം കൊണ്ടായതുകൊണ്ട് തന്നെ ഈ ഭാഗത്തിന് മാറ്റം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കുകയില്ല. അത്ര മോശമായിട്ട് അവരുടെ സ്വഭാവം മാറും. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ദിനത്തിന്റെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോലീസ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം NDPS ആക്ട് കേസസ് ഭംഗിയായിട്ട് അന്വേഷിക്കുക, ഡ്രഗ് മാഫിയയെ നിലയ്ക്ക് നിർത്തുക, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയും ഒപ്പം തന്നെ കേസുകൾ അന്വേഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ട്രെയിനിങ് വിഭാഗം ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ സന്തോഷം ഉള്ള കാര്യമാണ് ഈ വെബിനാറിന് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി തന്നെ ഒരു സന്ദേശം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കായിട്ട് തന്നിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിനോടുള്ള പ്രത്യേക കടപ്പാട് ഇവിടെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് പോലീസ് ചീഫ് അദ്ദേഹം നമുക്കൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. അത് കൂടാതെ ലൈവായിട്ട് ഈ വെബിനാറിനിടയിൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി നമ്മളോട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. വളരെ കാലം എക്സൈസ് കമ്മീഷണർ ആയിരുന്ന, ഇപ്പോൾ പ്രിസൺസിന്റെ DGP ആയിട്ടുള്ള വളരെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു ഓഫീസർ ശ്രീ ഋഷിരാജ് സിംഗ് സർ അവരെ തന്നെ നമുക്ക് ഈ ഒരു വെബിനാർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറ്റവും ഹൃദ്യമായി ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോഴത്തെ എക്സൈസ് കമ്മീഷണറായിട്ടുള്ള ശ്രീ ആനന്ദകൃഷ്ണൻ IPS അദ്ദേഹത്തിന്റെ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ IG-മാരായിട്ടുള്ള ശ്രീ ശ്രീജിത്ത്, ശ്രീ വിജയൻ എന്നിവരും അവരുടെ സന്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു കാര്യമാണ് UNODCയുടെ ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ MS ഗദ്ദ വാലി അദ്ദേഹത്തിന്റെ സന്ദേശവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. UN-നോട് ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ടുള്ള മൂത്ത അശോക് ജെയിൻ IPS
അദ്ദേഹവും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ക്ലാസുകൾ നയിക്കാനായി ഈ ഒരു വിഷയത്തിൽ വളരെ വളരെ പ്രാഗൽഭ്യമുള്ള ആളുകൾ തന്നെ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് പയസ് മാത്യു, ഫോമർ ഡിസ്ട്രിക്ട് ലീഡർ, അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. അഡ്വക്കേറ്റ് ശ്രീ മോഹൻരാജ് ഇവിടെ നമ്മോടൊപ്പം ഇവിടെ തന്നെയുണ്ട്. സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് മോഹൻരാജിനെ. അതുപോലെ സുനീഷ്, റിട്ടയർഡ് SP, നമ്മളോടൊപ്പം ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വെബിനാറിലൂടെ കിട്ടുന്ന ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ NDPS ആക്ട് കേസുകളിൽ നടത്തുന്നതിനും അതുപോലെ പ്രോപ്പറായിട്ടുള്ള ഇന്റലിജൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഈ ഒരു വിപത്തിനെതിരെ പ്രയത്നിക്കാൻ നമുക്ക് കരുത്തുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ മഹാമാരിക്കാലത്ത് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കാരണം മദ്യം, മയക്കുമരുന്ന് ഇവയുടെയൊക്കെ ഉപയോഗം ഏറ്റവും അധികം കൂടാൻ സാധ്യതയുള്ള, അതുപോലെ തന്നെ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ഏറ്റവും അധികം കൂടാൻ സാധ്യതയുള്ള ഈ കാലം, ഇതിനെല്ലാം എതിരായിട്ട് ഉള്ള എല്ലാ നിയമങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ആക്ഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വെബിനാറിൽ ജോയിൻ ചെയ്യാനായി കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പോലീസ് ഓഫീസുകളിലുമായി ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വെബിനാർ നമുക്ക് നടത്താനായിട്ട് സാധിച്ചത് പോലീസ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പലും വൈസ് പ്രിൻസിപ്പലും മറ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു ടീം വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടാണ്. അവർക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്കായി കാതോർക്കാം. ജൂൺ 26 കേരള പോലീസ് ട്രെയിനിംഗ് വിഭാഗം അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ ഈ വിഷയം മുൻനിർത്തി ഒരു ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി വസ്തുക്കളെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ലോകരാജ്യങ്ങൾ ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയാണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന് ആഹ്വാനം ചെയ്തത്. ലിസൺ ഫസ്റ്റ്, ആദ്യം ശ്രദ്ധിക്കൂ എന്നതാണ് ഇത്തവണത്തെ ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ മുദ്രാവാക്യം. നാം ഇന്ന് അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യമുള്ള മനസ്സിനെയും ഉന്മേഷഭരിതമായ ബുദ്ധിയെയും ഹാനികരമായി ബാധിക്കുന്ന ലഹരിയുടെ ഉപയോഗമാണ് നാം ഇന്ന് നേരിടുന്ന വിപത്തുകളിൽ പ്രധാനപ്പെട്ടത്. വർത്തമാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മുടെ സമൂഹത്തിനും നാടിനും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ആരോഗ്യമുള്ള ശരിയായ ചിന്താശീലമുള്ള യുവജനതയാണ് ഒരു നാടിൻ്റെ വളർച്ചയുടെ നട്ടെല്ല്. എന്നാൽ അത്തരത്തിൽ വളരേണ്ട യുവജനത തന്നെയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വിഭാഗം എന്നതാണ് മറ്റൊരു കാര്യം. മദ്യം മയക്കുമരുന്ന് ലോബികൾ യുവാക്കളെയാണ് കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിപത്തിനെക്കുറിച്ച് യുവജനങ്ങളെ ബോധവാന്മാരാക്കാൻ കഴിയണം. കൗമാരപ്രായക്കാരാണ് മദ്യ മയക്കുമരുന്ന് ഉപയോഗത്തിന് അടിമപ്പെടുവാൻ ഏറ്റവും സാധ്യതയുള്ള വിഭാഗം. യൗവനം വളരെയധികം ശാരീരിക
മാനസിക വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണ്. അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഇതിനെതിരെ നിതാന്ത ജാഗ്രത പുലർത്തേണ്ടതാണ്. ഇതിനായി രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളുമായി കൂടുതൽ ഇടപഴകണം, സമയം ചെലവഴിക്കണം. അവരെ അവരുടെ പഠനേതര പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹായിക്കുകയും കുട്ടികളുടെ സുഹൃത്തുക്കളെയും അവർ സമയം ചെലവഴിക്കുന്ന രീതികളെയും കുറിച്ച് കൂടുതൽ അറിയുകയും വേണം. കുട്ടികളുടെ കഴിവുകളെയും ദൗർബല്യങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുകയും അവർക്ക് മുൻപിൽ നല്ല മാതൃകകളാകുവാൻ ശ്രമിക്കുകയും വേണം. മദ്യം, മയക്കുമരുന്ന് എന്നിവയോട് ഇല്ല പറയുവാൻ അവരെ പഠിപ്പിക്കണം. ഇത്തരം ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന വിവിധ അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, സ്കൂൾ, കോളേജ്, ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, പോലീസ്, എക്സൈസ്, സാമൂഹ്യനീതി തുടങ്ങിയ വകുപ്പുകൾ എന്നിവ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. മദ്യം, മയക്കുമരുന്ന് ലോബികളെ നിയന്ത്രിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. എങ്കിലും ഇവയുടെ ഉപഭോഗം കൂടി വരുന്നതിന് കാരണം സാമൂഹ്യവിരുദ്ധ ലോബികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതും കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതുമാണ്. സമൂഹത്തിൻ്റെ ജാഗ്രതയോടെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങളും മദ്യം, മയക്കുമരുന്നുകൾക്കെതിരെയുള്ള ശരിയായ ബോധവൽക്കരണവും അതിലൂടെ ഉപഭോക്താക്കളുടെ എണ്ണം കുറക്കലുമാണ് ഇതിനുള്ള പോംവഴി. ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് കൂടിയ തോതിൽ കടക്കാൻ നിങ്ങൾക്ക് കഴിയണം. നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് മാഫിയകളെ അമർച്ച ചെയ്യാം. അതിനായി എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ വിജയവും ആശംസിക്കുന്നു. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുള്ളതാണ്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരള പോലീസ് ട്രെയിനിങ് കോളേജിൽ നടത്തുന്ന സ്റ്റേ യങ്, സെൻസിബിൾ ആൻഡ് ഡ്രഗ് ഫ്രീ എന്ന ശില്പശാല വിജയകരമാകട്ടെ. അതിൻ്റെ ഗുണങ്ങൾ എല്ലാവരിലും എത്തട്ടെ. I am Loknath Behra, DGP and State Police Chief, Kerala. The International Day Against Drug Abuse and Illicit Trafficking is celebrated annually on June 26th every year. It is also known as the World Drugs Day. The theme of World Drug Day 2020 is Better Knowledge for Better Care. This year, the theme aims at improving the understanding of the world drug problem and at fostering greater international cooperation for countering its impact on health, governance, and security. Drug trafficking is a major challenge across the world, especially in developing countries, in nations where poorer people are desperate for monetary stability and security, and where the security is lax, they are likely to fall prey to this network of crimes. Drug trafficking hinders human development by preventing education and increasing crimes. By observing an international day to tackle this issue, the United Nations seeks to bring international attention to the severity of this issue and provides a platform for advocacy and discussion. Kerala Police has virtually declared war on drugs with the objective of uprooting drug menace. Different projects are implemented for effective checking of sale, distribution of narcotic substances and tobacco products in the state. Besides, our Janamaitri policing, that is community policing, and student police cadet projects have been in the forefront in the fight against drugs. The beat officers
of police collect information on the drug peddlers and bootleggers engaged in the sale and distribution of narcotic and banned tobacco products. And this information is used to bust criminal gangs dealing with drugs. In spite of our continued efforts in this line, recent surveys, statistics available with us, so also the literature, show that substance abuse is increasing, unfortunately, among children and adolescents. It is a matter of concern. The fact that substances like tobacco, drugs, and alcohol are considered to be gateway for youngsters to trade onto more heinous crimes calls for a collaborative and concerned effort. The concerted effort is the need of the hour. More effective methods and measures are to be adopted to tackle all factors that can expose our children to such inappropriate activities. Since children spend most of their time in formative years in schools and other educational institutions, it is highly imperative that they are provided with safest and cleanest campuses. Safe Campus is a great project of Kerala Police aimed at arresting the rising prevalence of substance abuse and other inappropriate social behavior among students. For the effective implementation of the same, school and district level committees are formed throughout the state. Student police cadets are given special training to identify and report anonymously such activities to the police. As schools and colleges are favorite hunts by the drug traffickers looking to promote their illegal business, special patrolling teams keep constant watch on these premises. This apart, in the forefront of law in India, we have Narcotics, Drugs and Psychotropic Substances Act called NDPS Act 1985, which puts in place a harsh substance abuse policy with harsh penalties based on the quantity of the substance in possession. The NDPS Act even has a provision allowing for death penalty for repeat offences of grave nature. In Kerala, we have formed district-level units named as District Anti-Narcotics Special Action Force, called DANSAF, which is headed by the respective district police chiefs. They are assisted by Deputy or Assistant Superintendent Police as the team leaders. Each unit has a core group of 15 personnel of different ranks. Members of narcotic cells are part of this team. In addition to facilitate detection, investigation and successful prosecution of narcotics cases, our training institutions in the police have been conducting various training programs for the officers. We also have deployed sniffer dogs besides other capacity building innovative initiatives to expose the perpetrators of law. Law is the only one side of the coin. Besides implementing stringent lawful measures, it is also highly essential to raise awareness among the public and the police, especially our youth and young police officers. A multi-pronged, sustained approach is what is required, ensuring the participation of all stakeholders to keep effective tabs on this menace, if not entirely wiping this menace from our societies. I am happy that the Police Training College is organizing a webinar on Stay Young, Sensible and Drug-Free on the occasion of this year International Day Against Drug Abuse and Illicit Trafficking. And I am sure and I hope that this webinar and the ensuing panel discussions would be a great platform to devise ways and means to further strengthen our fight against drugs. I congratulate the initiatives and urge each member of Kerala Police to stay free from the use of any such intoxicating substances and stay firm
and focused in our fight against drug. I wish all of you all the best. Thank you. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിനും അതിൻ്റെ നിയമവിരുദ്ധമായ വിപണനത്തിനും എതിരായിട്ടുള്ള അന്തർദേശീയ ദിനം ആണ് ജൂൺ 26. നമ്മൾ ഇത്തരത്തിലുള്ള പല ദിനങ്ങളും വർഷത്തിൽ അങ്ങോളം ഇങ്ങോളം ആചരിക്കുന്നുണ്ട്. അവയിൽ പലതിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ചില വിഭാഗങ്ങളെ മാത്രം ബാധിക്കുന്നവയാണ്. എന്നിരുന്നാലും ആ സമയത്ത് അത് ഉൾക്കൊള്ളുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം വരികയാണ്. ഇന്നിപ്പോൾ ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ആചരണത്തിന് നമുക്കെന്ത് പ്രസക്തിയാണുള്ളത്? നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2 തലത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. നിയമപാലകർ, നിയമം നടപ്പാക്കാൻ കടപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നുള്ള തലത്തിലും സമൂഹത്തിലെ സാധാരണ പൗരന്മാർ എന്നുള്ള തലത്തിലും 2 തലത്തിലും നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. 2 തലത്തിലും നമ്മൾക്ക് ഈ കാര്യത്തിൽ വളരെയധികം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല, മയക്കുമരുന്നിനോട് താത്വികമായിട്ട് എതിർപ്പാണ്. അതിനെക്കുറിച്ച് കഴിയുന്നതെല്ലാം നമ്മുടെ ഔദ്യോഗിക പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയിലിരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലൊക്കെ ഉദിച്ചെന്ന് വരാം. പക്ഷേ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലതരം ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. പക്ഷേ അതുപോലെയുള്ളൊരു ദിനമല്ല ഈ ദിനം. കാരണം മയക്കുമരുന്ന് എന്ന് പറയുന്ന വിപത്ത് അത്രയ്ക്കും ഭീകരമാണ്. അതിൻ്റെ വേരുകൾ അത്രയധികം ആഴത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി വരുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിനെ പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനിക്കുന്നുമുണ്ട്. അത് തിരിച്ചറിയാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള ഒരു ദിനമാണിത്. ഇത്തവണത്തെ ഈ ദിനത്തിൻ്റെ സൂത്രവാക്യം അല്ലെങ്കിൽ അതിൻ്റെ സ്ലോഗൻ ആയി ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞിരിക്കുന്നത് ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ എന്നാണ്. അതായത് മെച്ചപ്പെട്ട സുരക്ഷിതത്വത്തിന് മെച്ചപ്പെട്ട അറിവ്. മയക്കുമരുന്ന് വിപണനത്തിനെയും മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയും അവയെ നേരിടാനുള്ള സാധ്യതകളെയും ഒക്കെ കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും മെച്ചപ്പെട്ട ഒരു അറിവ് ആവശ്യമാണ് ആ വിപത്തിനെ കാര്യക്ഷമമായി നേരിടാൻ എന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്ലോഗൻ ഇത്തവണ ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ആലോചിച്ചതുപോലെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൻ്റെ ഭാഗത്തു നിന്നും ആലോചിച്ചാൽ നമ്മൾക്കിതിൽ പ്രസക്തി എന്താണ്? മയക്കുമരുന്നുകളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഡിമാൻഡ്, അടുത്തത് സപ്ലൈ. മയക്കുമരുന്നിൻ്റെ ആവശ്യം, മയക്കുമരുന്നിൻ്റെ ലഭ്യത. ഇത് രണ്ടുമാണ് നമുക്ക് പ്രധാനമായിട്ടും പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലകൾ. മയക്കുമരുന്നിൻ്റെ ലഭ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരായാലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവരായാലും എല്ലാവരും ഈ മയക്കുമരുന്നുമായിട്ട് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി എപ്പോഴെങ്കിലും ബന്ധപ്പെട്ട് കാണും. അതിനെക്കുറിച്ച് നമുക്കൊരു മനസ്സിലൊരു ചിത്രം കാണും. എന്നാൽ അതിൻ്റെ ലഭ്യതയെക്കുറിച്ച് നമ്മൾ സ്ഥിതിവിവര കണക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ലഭ്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഒരു ആശങ്ക ഉളവാക്കുന്ന ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. കഞ്ചാവ് എന്ന് പറയുന്ന സാധനം വളരെ സുലഭമാണ് എന്ന് നമുക്കറിയാം. അത് ഇന്ത്യയിലെ ഏകദേശം 3.1 കോടി ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കഞ്ചാവിൽ അവർക്ക് ജീവിക്കാൻ കഞ്ചാവ് വേണം, അല്ലെങ്കിൽ കഞ്ചാവിന് അടിമകളാണ്, അല്ലെങ്കിൽ അവർ കഞ്ചാവിന് അടിമകളാകുന്ന അവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതാണ് ഇന്ത്യയുടെ അവസ്ഥ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്ഥിതിവിവര കണക്കുകൾ, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ അസസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറിയ സാമ്പിൾ എടുത്തിട്ട് ചെയ്യുന്ന അസസ്മെൻറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രം സാധാരണഗതിയിൽ മിക്കവാറും ഈ നമ്മൾ സ്ഥിതിവിവര കണക്കിൽ കൂടി നമ്മൾക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടിലും കൂടുതൽ ബീഭത്സം ആയിരിക്കാനാണ് സാധ്യത. കേരളത്തിൻ്റെ സംഖ്യ എടുത്താൽ ഏകദേശം 3 ലക്ഷത്തോളം പേർക്ക് കഞ്ചാവിനോട് പല തരത്തിലുമുള്ള അടിമത്തം അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള പ്രവണത ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെയാണ് മറ്റ് മയക്കുമരുന്നുകളുടെ കാര്യത്തിലായാലും. കഞ്ചാവ് എന്ന് പറയുമ്പോൾ കനാബിസ് എന്ന് പറയുന്ന ചെടിയിൽ നിന്നെടുക്കുന്ന പ്രോഡക്റ്റാണ് കഞ്ചാവ്, ഹാഷിസ്, ചരസ് മുതലായ നമുക്കറിയാം. അതല്ലാതെ പ്രധാനമായിട്ടും വരുന്നത് ഓപ്പിയം, പോപ്പി പ്ലാന്റിൽ നിന്നെടുക്കുന്ന കറുപ്പ്, മോർഫീൻ,
അങ്ങനെയുള്ള സാധനങ്ങൾ, ഹെറോയിൻ, അതിൻ്റെ വകഭേദമായ ബ്രൗൺ ഷുഗർ, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മുടെ നാട്ടിൽ അധികം ലഭ്യമല്ലാത്തതും എന്നാൽ കടത്തിക്കൊണ്ടുവരപ്പെടുന്നതുമായ കൊക്ക ലീവ്സിൽ നിന്നെടുക്കുന്ന കൊക്കൈൻ മുതലായ പദാർത്ഥങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വർഷം തോറും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും പിടിക്കുന്ന കേസുകളുടെ എണ്ണം നോക്കിയാൽ ഓരോ വർഷവും കേസുകളുടെ എണ്ണം കൂടിക്കൊണ്ട് വരികയാണ്. ചെറിയ തോതിലാണെങ്കിലും കൂടിക്കൊണ്ട് വരികയാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ 2017, 18, 19 നോക്കുമ്പോൾ 2017 15,200 കേസുകൾ പിടിച്ചു. 2018 ആയപ്പോഴത്തേക്കും 15,900 കേസുകളായി. 2019 ആയപ്പോൾ അതൊരു 16,400 കേസുകളായി. അപ്പോൾ കേസുകളുടെ എണ്ണം ക്രമമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം പിടിക്കുന്ന കഞ്ചാവിൻ്റെ അളവ്, കഞ്ചാവ് മാത്രം എടുക്കുകയാണെങ്കിൽ, ഒരു മാനകം എന്നുള്ള നിലയ്ക്ക് കഞ്ചാവിനെ മാത്രം എടുക്കുകയാണ്, ബാക്കി ഒരുപാട് മയക്കുമരുന്നുകൾ പ്രചാരത്തിലുണ്ട്, അവ പിടിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാലും ഒരു അളവ് പോലെ എന്നുള്ള നിലയ്ക്ക് കഞ്ചാവ് ഏറ്റവും കൂടുതൽ നമുക്ക് പരിചിതമായ ഒരു മയക്കുമരുന്ന് എന്നുള്ള നിലയ്ക്ക് കഞ്ചാവ് എടുക്കുകയാണെങ്കിൽ കഞ്ചാവ് പിടിക്കുന്നതിൻ്റെ അളവും കൂടിക്കൊണ്ട് വരികയാണ്. അതായത് 2017 2,692 കിലോ പിടിച്ചപ്പോൾ 2018 3,490 കിലോ ആയി. 2019 ആയപ്പോൾ അത് 4,800 കിലോ ആയി. അതായത് ഏകദേശം 5 ടൺ കഞ്ചാവാണ് നമുക്ക് പിടിക്കാൻ കിട്ടിയത്. അപ്പോൾ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് പിടിക്കാൻ കിട്ടുന്നതിൻ്റെ എത്രമാത്രം ഇരട്ടി സമൂഹത്തിൽ യഥാർത്ഥത്തിൽ പ്രചരിച്ച് കാണുമെന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾക്ക് ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ ലഭ്യത പറയുമ്പോൾ ഇതിനെ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്നിനോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ മയക്കുമരുന്നിനോടുള്ള അടിമത്തം എന്നുള്ളതിനെ നമ്മൾ ഒരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985, ആ ആക്ടിൻ്റെ പർവ്യൂവിൽ വരുന്ന ഒരു കുറ്റം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിൻ്റെ പർവ്യൂവിൽ പെടുത്താൻ പറ്റുകയാണെങ്കിൽ പലപ്പോഴും IPC ഇവർ ചെയ്യുന്ന ഈ മയക്കുമരുന്നിൻ്റെ അധീനതയിൽ ഇവർ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റ് പലതരത്തിലുമുള്ള നിയമങ്ങൾക്ക് വിധേയമായ കുറ്റകൃത്യങ്ങളായി മാറുന്നുണ്ട്. അപ്പം നമുക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു കുറ്റത്തെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. പക്ഷേ അത് ഒരു സൈക്കോ സോഷ്യൽ മെഡിക്കൽ പ്രോബ്ലം ആണെന്നുള്ളത്, അതായത് മനഃശാസ്ത്രപരവും സാമൂഹികവും വൈദ്യശാസ്ത്രപരവും എന്ന് പറയുമ്പോൾ ഭൗതികമായ ആരോഗ്യത്തിൻ്റെയും വെൽനെസ്സിൻ്റെയും നന്മയുടെയും ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ടെന്നാണ് ഇന്ന് ലോകം അംഗീകരിക്കുന്നത്. അപ്പോൾ അതൊരു കുറ്റകൃത്യം മാത്രമായിട്ട് അതിനെ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. ആ തരത്തിൽ അതിനെ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്കതിന് ഒരു പൊതുവായ ഒരു ഉത്തരം കണ്ടെത്താൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് പലപ്പോഴും സാധിക്കാതെയും വരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ശരിയായ ഒരു കാഴ്ചപ്പാട്, ഹോളിസ്റ്റിക് എന്ന് പറയാവുന്ന പൂർണ്ണതയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് അതിന് ആവശ്യമാണ്. അതാണ് നേരത്തെ പറഞ്ഞ സ്ലോഗനിലും ഉള്ളത്, ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ. കുറച്ചുകൂടെ നല്ല അറിവിലൂടെ നമുക്ക് കുറച്ചുകൂടെ നല്ല സുരക്ഷിതത്വം ഉറപ്പാക്കാം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചിന്താധാരയിൽ ഡ്രഗ് അഡിക്ഷൻ, മയക്കുമരുന്നുകളോടുള്ള അടിമത്തം എന്ന് പറയുന്നത് ഒരു രോഗമായിട്ട് കണക്കാക്കണം എന്നാണ് പറയുന്നത്. അടിമത്തമല്ലാതെ മയക്കുമരുന്ന് അതായത് മയക്കുമരുന്ന് ദിവസവും ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളൊരവസ്ഥ പോലും ഒരു രോഗാവസ്ഥയായിട്ട് കണക്കാക്കണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഇതിനെ സംബന്ധിക്കുന്ന ലോകത്തിലെ നിയാമക പ്രസ്ഥാനങ്ങളും പറയുന്നത്. കാരണം മയക്കുമരുന്ന് ദിവസവും ഉപയോഗിക്കുന്ന ഒരാൾ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിമത്തത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊരു രോഗമായിട്ടും കൂടെ കണക്കാക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണ്ടും തിരിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ, ഒരു എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ നമ്മൾക്കെന്ത് ചെയ്യാൻ കഴിയും, ഇതിനെക്കുറിച്ച് നമ്മൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തിനെ മനസ്സിലാക്കുക. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഉദാഹരണത്തിന് കഞ്ചാവിൻ്റെ കാര്യം എടുക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ മയക്കുമരുന്നുകളുടെ കാര്യം എടുക്കാം. നമ്മളെല്ലാവരും വായിച്ചിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടാവും, ഗോൾഡൻ ക്രസൻറ്റ്, ഗോൾഡൻ ട്രയാങ്കിൾ, ഈ രണ്ട് പ്രത്യേക സ്ഥലങ്ങൾ. അതായത് ഗോൾഡൻ ക്രസൻറ്റ് എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന പോപ്പിച്ചെടിയുടെ സത്തിൽ നിന്നെടുക്കുന്ന മയക്കുമരുന്ന്, കറുപ്പും മറ്റ് ഹെറോയിനും ബാക്കിയുള്ള മയക്കുമരുന്നുകളും നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു. നമ്മുടെ രാജ്യത്തേക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പോകുന്നു. പിന്നെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന ബർമ, ലാവോസ്, തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ ഭാഗത്ത് കൃഷി ചെയ്യുന്ന മയക്കുമരുന്നും ഇതുപോലെ ഇന്ത്യയിലേക്കും വരുന്നുണ്ട്, ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നതാണ് കൊക്ക ലീവ്സും കൊക്കൈനും ഒക്കെ. അവയും അവിടെ നിന്ന് ആഫ്രിക്ക വഴി കടന്ന് ഇന്ത്യയിലെ പ്രധാനമായിട്ടും ബോംബെ, ചെന്നൈ, ബാംഗ്ലൂർ മുതലായ
വൻ നഗരങ്ങളിലേക്ക് വരികയും അവിടെ നിന്ന് വിപണനം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന് പുറമെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ ട്രാൻസിറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ പോലെയുള്ള ഇതിനെ പിന്തുടരുന്ന, ഇതിനെ നിരീക്ഷിക്കുന്ന, ഇതിൻ്റെ കേസുകളെ വിശകലനം ചെയ്യുന്ന ഔദ്യോഗിക ഏജൻസികൾ പറയുന്നത്. നമ്മുടെ പ്രധാനമായും വടക്കൻ കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് മുതലായ സ്ഥലങ്ങളൊക്കെ ഇതിന് ട്രാൻസിറ്റ് പോയിൻറ്റ്സ്, അതായത് അത് അവിടെ പ്രാദേശികമായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല, പക്ഷേ പലരും അതുവഴി കണ്ണൂർ വിമാനത്താവളം വഴിയോ മംഗലാപുരം വിമാനത്താവളം വഴിയോ ഒക്കെ വളരെ വലിയ തോതിൽ ഇത്തരം മയക്കുമരുന്നുകൾ കുവൈറ്റ്, ഓസ്ട്രേലിയ, മറ്റ് വളരെ ദൂരെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കടത്താനായിട്ടുള്ള ട്രാൻസിറ്റ് പോയിൻറ്റ്സ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് NCBയുടെയൊക്കെ അസസ്മെൻറ്റ്. അപ്പോൾ നമ്മളൊരു വലിയ പ്രശ്നത്തിൻ്റെ ഒരു വലിയ നീണ്ട ചങ്ങലയിലെ ഒരു കണ്ണിയാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ ആദ്യം ഇത് മനസ്സിലാക്കണം. അതായത് നമ്മൾ എടുക്കുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എഫർട്ടിന് ഒരു വലിയ മാനമുണ്ട്. നമ്മൾ പിടിക്കുന്ന കേസിന് അപ്പുറത്തേക്ക് ഒരു വലിയ മാനമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ ആലോചിച്ചതുപോലെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യാൻ സാധിക്കും? ലഭ്യത, വിതരണ ശൃംഖല അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറവാക്കാനുള്ള പ്രവൃത്തികളാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിലുള്ളത് നിയമമാണ്. നിയമം വെച്ച് നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും തടയാനും നിയമപരമായിട്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ പറയുന്നത്, അപ്പോൾ അത്തരത്തിൽ നിയമം നടപ്പാക്കണമെങ്കിലും അതിൻ്റെ പുറകിൽ ഒരു ചിന്താഗതി വേണം, നമുക്കൊരു കാഴ്ചപ്പാട് വേണം. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾക്ക് വേണ്ട കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഒന്ന് രണ്ട് ചെറിയ വാക്കുകളിൽ പറഞ്ഞാൽ, സേ നോ ഇൻ അവർ ഏരിയ. നമ്മുടെ ജൂറിസ്ഡിക്ഷൻ, ഇപ്പം നിങ്ങൾ ഓരോരുത്തരും പണിയെടുക്കുന്നത് ഏത് ജൂറിസ്ഡിക്ഷനിലാണെങ്കിലും അതിൻ്റെ അധികാരപരിധി എത്ര വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് എപ്പോഴും ജാഗരൂകരായിരിക്കും. ഇവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാൻ നമ്മൾ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമ്മൾ മനസ്സിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടെ ദൃഢതയും കുറച്ചുകൂടെ സുഗമമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനും സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തേത് ഒരു പദ്ധതിയായിട്ട് പറഞ്ഞാൽ നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കുക. നമുക്ക് ഇപ്പോൾ ജില്ലയായാലും ശരി, സബ് ഡിവിഷൻ ആയാലും ശരി, സർക്കിളായാലും ശരി, പോലീസ് സ്റ്റേഷനായാലും ശരി, നമ്മുടെ അതിർത്തികളിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വ്യാപാരത്തിൻ്റെ കണ്ണികൾ കടന്നു കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുക. അത് പ്രതിരോധിക്കാൻ നമ്മളത് ചെയ്യുക. നമ്മുടെ അതിർത്തികൾ കാക്കുക. നമ്മുടെ അതിർത്തിയിലേക്ക് ഇത് കടന്നു വരുന്നത് തടയാനായിട്ട് വേണ്ട സംവിധാനം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. അതിനാവശ്യമായ ഒരു കാര്യമാണ് നിരീക്ഷണം, സർവൈലൻസ് എന്ന് നമ്മൾ പറയും. നിരീക്ഷണം ഭൗതികമായിട്ട് നിരീക്ഷിക്കാം. സംശയം ഉള്ളവരെ, നേരത്തെ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ, ഇത്തരം കച്ചവടം നടത്തുന്നു എന്നുള്ളവരെ, പെരുമാറ്റത്തിൽ സംശയമുള്ളവരെ, അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്യമായ വിവരം കിട്ടിയിട്ടുള്ളവരെ, അങ്ങനെയുള്ളവരെ നിരീക്ഷിക്കുക, സർവൈലൻസിൽ വയ്ക്കുക. അങ്ങനെയുള്ള അവരുടെ പ്രവൃത്തികൾ സർവൈലൻസിൽ വയ്ക്കുക. അത് ഭൗതികമായ സർവൈലൻസ്, അതായത് ആളുകളെ അയച്ച് നോക്കുന്നതാവാം, ടെക്നിക്കൽ സർവൈലൻസ് ആവാം, അവരുടെ ഫോൺ റെക്കോർഡുകളോ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ മറ്റ് രീതിയിലുള്ള വ്യാപാരങ്ങൾ പരിശോധിക്കുന്നതാവാം, ഡിജിറ്റൽ സർവൈലൻസ് ആവാം. ഏത് തരത്തിലായാലും സംശയകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവരെ സർവൈലൻസിൽ വയ്ക്കുക. അടുത്തത് വേറൊരു കാര്യമുള്ളത് കൃത്യമായ പ്രതികരണമാണ്. നമ്മൾക്ക് ഈ വിപത്തിനെക്കുറിച്ച് നമ്മൾക്ക് മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ പൊതുജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും അല്ല, ഒരു നല്ല വിഭാഗം ജനങ്ങൾ പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ദിവസവും കാണുന്നുണ്ട്. നമ്മൾ പോലും പലപ്പോഴും ദൈനംദിനമായിട്ട് പല തരത്തിലുള്ള തീവ്രതയുള്ള കുറ്റകൃത്യങ്ങൾ കാണുന്നുണ്ട്. മിക്കവാറും എല്ലാവരും കാണുന്ന ഒരു വസ്തുതയായിരിക്കും, പ്രത്യേകിച്ചും രാവിലെയൊക്കെ പുറത്തിറങ്ങിയാൽ നമ്മളെല്ലാവരും കാണുന്ന ഒരു വസ്തുതയായിരിക്കും, ആളുകൾ ഈ ചവറ് കൊണ്ടുവന്ന് പാക്കറ്റിലാക്കി വേറെ വല്ലവൻ്റെയും പെരയിടത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന കോമ്പൗണ്ടിനകത്തോ ഒക്കെ തള്ളിയിട്ട് പോകുന്നത് പലരും നമ്മൾ കാണുന്നുണ്ടാവും. അത് എത്ര എണ്ണത്തിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യാനോ അത് തടയാനോ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ട്രാഫിക് വയലേഷനുകൾ ഒരുപാടെണ്ണം നമ്മൾ കാണുന്നുണ്ടാവും. അതുപോലെ പല തലത്തിലും പല തീവ്രതയിലുമുള്ള കുറ്റകൃത്യങ്ങൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെന്നുള്ള നിലയ്ക്ക് നമ്മൾ മിക്കവാറും കുറേ കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കുമായിരിക്കാം. പക്ഷേ ഒരു സാധാരണ പൗരനെന്നുള്ള നിലയിൽ അവർ മിക്കവാറും ഇത് കണ്ടിട്ട് കാണാത്ത ഭാവം നടിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. അതിന് പലതരം ന്യായീകരണങ്ങൾ പറഞ്ഞെന്ന് വരാം. അതായത് ഇത്തരം കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ചും ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ശക്തരായിരിക്കും. അവർക്കെതിരെ നിൽക്കാൻ സാധാരണക്കാർക്ക് ബലമുണ്ടാവുകയില്ല. അല്ലെങ്കിൽ അവർക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവർക്ക് വേണ്ട സഹായം ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുകയില്ല. അങ്ങനെ പല പരിതാപകരമായ അവസ്ഥകളുടെയും കഥകൾ പറയാൻ സമൂഹത്തിന് കാണും. നമ്മൾ അത്തരം പല കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. നമ്മൾ അത്തരം പല പരാതികളുടെയും മറുവശത്ത് നിന്ന്
അതിൻ്റെ എന്താണ് അതിൻ്റെ ക്രിറ്റിസിസം ഏറ്റുവാങ്ങിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ അതുകൊണ്ട് പബ്ലിക്കിന് ഈ പ്രശ്നം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നം ഒരു പൊതുവായ പ്രശ്നമാണ്. അതൊരു ആരോഗ്യ പ്രശ്നമാണ്, സാമൂഹിക പ്രശ്നമാണ്, മാനസിക വ്യാപാരത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതൊരിക്കലും ഒരു ക്രൈം, ഒരു കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്ക് നിയമപരമായ ഒരു ഇടപെടലിൽ കൂടെ അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. നമുക്ക് സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, സമൂഹത്തിൻ്റെ പൂർണ്ണമായ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ, അവരും കൂടെ ഇതിനകത്ത് ഇടപെട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊരിക്കലും നമ്മളെ കൊണ്ട് മാത്രം ഇത് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് സമൂഹത്തിൻ്റെ വിശ്വാസം ആവശ്യമാണ്, സമൂഹത്തിൻ്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് പ്രോംപ്റ്റ് റെസ്പോൺസ്, കൃത്യമായ പ്രതികരണം, പ്രതിപ്രവർത്തനം എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. ഒരു പരാതി കിട്ടിയാൽ അതിനെ അവഗണിക്കാതെ അത് പരിശോധിക്കുക. നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ പരാതി അയക്കുന്ന സ്വഭാവക്കാർ വളരെ കൂടുതലാണ്. പല പരാതികളും വ്യക്തിപരമായ ദുരുദ്ദേശത്തിൽ നിന്നോ വ്യക്തിപരമായ താല്പര്യങ്ങളിൽ നിന്നോ ഉടലെടുക്കുന്നതും വാസ്തവമായിട്ട് ബന്ധമില്ലാത്തതുമായിരിക്കാം. അതുപോലെ പല പരാതികളും ഒരു പരാതിയുടെ തന്നെ 25ാം പ്രതിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആദ്യത്തെ പ്രതി ഏറ്റവും കൂടിയ അധികാരിക്ക് അയക്കും, അടുത്ത അധികാരിക്ക് ഒന്നയക്കും. അങ്ങനെ ഒരേ ഉദ്യോഗസ്ഥന് തന്നെ, അതായത് ഇപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർക്ക് ചിലപ്പോൾ ഒരേ പരാതിയുടെ 10ഓ 15ഓ പ്രതികൾ പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എഴുതി കിട്ടുന്ന അവസ്ഥയുണ്ട്. അത് നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾക്കൊരു പരാതി നമ്മൾ അവഗണിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഇതിനെ സംബന്ധിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ്, നമ്മളോടുള്ള ഒരു വിശ്വാസത്തിലുള്ള ഒരു കുറവ്, വിശ്വാസത്തിലുള്ള ഒരു കമ്മി ജനങ്ങൾക്ക് നമ്മളോടുണ്ടാവരുത്. എന്നാൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പം മയക്കുമരുന്നിനെ സംബന്ധിക്കുന്നതോ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിക്കുന്നതോ ആയ വിവരങ്ങൾ കിട്ടിയാൽ നമ്മൾ കൃത്യമായിട്ട് പ്രതികരിക്കണം, നമ്മളത് അന്വേഷിക്കണം. നമ്മൾ അന്വേഷിക്കുന്നു എന്ന് പരാതി പറയുന്നവരറിയണം. പിന്നെ അന്വേഷിച്ച് വരുമ്പോൾ അതിനകത്ത് നിയമപരമായ നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. അപ്പോൾ അതിൽ നിന്ന് ബാക്കി പരാതി തന്നവർക്കും നമ്മുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഒരു എഫിഷ്യൻസി മനസ്സിലായി കഴിഞ്ഞാൽ അവർ വീണ്ടും നമ്മളെ സഹായിക്കാൻ തയ്യാറാവും. അവർ നമ്മളെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ സഹകരിക്കാൻ തയ്യാറാവും. അതില്ലാതെ നമ്മൾ ഇനി എത്ര ബോധവൽക്കരണം നടത്തിയാലും അത് വെറും ചേമ്പലയിൽ ഒഴിച്ച വെള്ളം എന്ന് പറഞ്ഞാൽ അതുപോലെ ഉള്ള ഒരു ഗുണം മാത്രമേ അതിനുണ്ടാവും. നമ്മൾ തൽക്കാലത്തേക്ക് കുറച്ച് പേരെ വിളിച്ചു കൂട്ടി ക്ലാസ് എടുത്ത് പറഞ്ഞിട്ട് പോയാൽ ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് പോകുന്ന ക്ലാസ് കഴിയുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇവരിതൊക്കെ പറയും. പക്ഷേ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മിക്കവാറും നമ്മൾക്ക് മോശപ്പെട്ട പ്രതികരണമായിരിക്കും ലഭിക്കുന്നത്. അല്ലെങ്കിൽ അവരത് പരിഗണിക്കുകയില്ല, അവരതിൽ വേണ്ട നടപടി എടുക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം സമൂഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നിടത്തോളം നമുക്കിതിൽ നല്ല വിജയം ലഭിക്കാൻ സാധിക്കില്ല. അപ്പോൾ ട്രസ്റ്റ് ഡെഫിസിറ്റ് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം പ്രതികരിക്കണം. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാത്തിലും. പക്ഷേ ഈ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് ഈ കാര്യത്തിൽ അതിന് ഒരു പ്രത്യേക ഒരു പ്രാധാന്യമുണ്ട്. പിന്നെയുള്ളത് പലതരത്തിലുള്ള പരിശോധനകൾ നമുക്ക് നടത്താം. പലതരത്തിലുള്ള പരിശോധനകളിലൂടെ നമുക്ക് ഇത് പുറത്തു കൊണ്ടുവരാം. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നിയമപാലനത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു. നേരത്തെ പറഞ്ഞ നമ്മൾ സേ നോ, അല്ലെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ ഇതിനെ കടക്കാൻ അനുവദിക്കാതിരിക്കുക, നമ്മുടെ അതിർത്തി സംരക്ഷിക്കുക, നിരീക്ഷണം നടത്തുക എന്നൊക്കെ പറയുന്നത് കൂടുതലും നമ്മുടെ നിയമത്തിൻ്റെ ശരിയായ പ്രയോഗം നിലവിൽ വന്നിട്ടില്ല. നമ്മൾ അതിനെയൊക്കെ കുറിച്ച് പ്രിവെൻറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ നിയമപാലനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ NDPS ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തമായ നിയമങ്ങളിലൊന്നാണ്. വളരെ കർക്കശമായ നിയമമാണ്. വളരെ കർശന ശിക്ഷാ നടപടികളും വളരെ കർക്കശമായ ഫൈനുകളും. ഉദാഹരണത്തിന് അതിനകത്ത് ഡെത്ത് പെനാൽറ്റി, മരണശിക്ഷ വരെ വിധിച്ചിട്ടുണ്ട്. രണ്ടാമത് ഒരു മയക്കുമരുന്നിനെ സംബന്ധിക്കുന്ന ഒരു കുറ്റകൃത്യം ചെയ്ത് അതിനുശേഷം രണ്ടാമതൊരു കുറ്റകൃത്യം ചെയ്താൽ അതിന് കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത് ചെയ്യുന്നത് അതിൻ്റെ കോൺസ്പിറസി ആയിരിക്കണം, അങ്ങനെ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്താൽ അവന് മരണശിക്ഷയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതായത് അത്രയും ഗൗരവത്തിൽ കാണുന്ന, അത്ര കർശന ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണത്. പക്ഷേ അതേസമയം അതിൽ വളരെ മാനുഷിക പരിഗണന കൊടുക്കുന്ന സെക്ഷനുകളും ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉദാഹരണത്തിന് സെക്ഷൻ 64(2) എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അതായത് ഒരു മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാൾ അയാൾ ചികിത്സയ്ക്ക് പോകാൻ സന്നദ്ധനാണെന്ന് അറിയിച്ചാൽ അയാളെ നിയമത്തിൻ്റെ പരിരക്ഷ, അയാൾക്ക് ഒരു ഇമ്മ്യൂണിറ്റി കൊടുക്കാമെന്നും അയാളെ പ്രോസിക്യൂഷന് വിധേയനാക്കേണ്ടെന്നും കൂടെ പറയുന്ന നിയമമാണത്. അപ്പോൾ നിയമം സമൂഹത്തിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ രണ്ട് വശങ്ങളെ കണക്കിലെടുത്തിട്ടുള്ളൊരു നിയമമാണ്. അപ്പോൾ അതിനൊപ്പം വേറൊരു കാര്യം പറയാനുള്ളത്, വളരെ സാങ്കേതികമായൊരു നിയമമാണത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷ വളരെ കടുത്തതാണ്. പലതിലും ബർഡൻ ഓഫ് പ്രൂഫ്, അതായത് കുറ്റം തെളിയിക്കേണ്ടതിൻ്റെ കുറ്റം തെളിയിക്കേണ്ടതിൻ്റെ ബാധ്യത
കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ടവനിൽ വരുന്ന നിയമമാണിത്. അത്തരം നിയമങ്ങൾ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഒരു നിയമമായതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥർക്ക് അവരോട് പറയുന്ന കുറ്റസമ്മത മൊഴി അവർക്ക് കോടതിയിൽ കൊടുക്കാൻ അത് അഡ്മിസിബിൾ അല്ല. അതേസമയം എക്സൈസിലോ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലോ ഒക്കെ ഞങ്ങളോടൊക്കെ പറയുന്ന കുറ്റസമ്മത മൊഴി നമുക്ക് കോടതിയിൽ കൊടുക്കാൻ സാധിക്കും. ആ കുറ്റസമ്മത മൊഴി വെച്ച് ആളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വളരെയധികം കർക്കശമായ വളരെ കർശന ശിക്ഷ കൊടുക്കുന്ന ഒരു നിയമമായതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാനായിട്ട് തന്നെ വളരെയധികം സേഫ് ഗാർഡ്സും ഇതിനകത്ത് നിയമം ഉണ്ടാക്കിയ ആൾക്കാർ എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സങ്കീർണമായ നിയമമാണ്, സാങ്കേതികമായിട്ട് സങ്കീർണമായ നിയമമാണ്. പക്ഷേ അതിൻ്റെ സാങ്കേതികതകൾ പാലിച്ച് നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ, കേസിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ ശിക്ഷ ഏകദേശം 99% ഉറപ്പുമാണ്. വേറെ കഞ്ചാവ് കേസിനെക്കുറിച്ചോ നമ്മൾ നാർക്കോട്ടിക്സ് പിടിക്കുന്ന കേസിനെക്കുറിച്ചോ നമുക്കറിയാം. ആദ്യത്തെ ഡിറ്റക്ഷൻ്റെ പ്രക്രിയയും, അതായത് കണ്ടെടുക്കലിൻ്റെ പ്രക്രിയയും, ആദ്യത്തെ ദിവസത്തെ അതിൻ്റെ സാമ്പിളിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും ആദ്യത്തെ ദിവസം ചെയ്യേണ്ട മഹസറും അത്തരം കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അധികം പേടിക്കേണ്ട കാര്യമില്ല, കൺവിക്ഷൻ ഉറപ്പാണ്. ആ തരത്തിലുള്ളൊരു നിയമമാണ്. അപ്പോൾ അതിൻ്റെ സാങ്കേതികതകളെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, അത് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് രണ്ടും ആവശ്യമാണ്. അപ്പം നിയമത്തിൻ്റെ സാങ്കേതികതകളെക്കുറിച്ച് നിങ്ങളെല്ലാവരും തന്നെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ നിയമം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിയമത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് മാൻഡേറ്ററി പ്രൊവിഷൻസ് ഉണ്ട്. സെക്ഷൻ 42 പറയുന്ന പോലെ എങ്ങനെയാണ് ഒരു പ്രയർ ഇൻഫർമേഷനുള്ള, നമുക്ക് നേരത്തെ അറിവ് കിട്ടിയ ഒരു സംഭവത്തിനെക്കുറിച്ച് നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യണം, നേരത്തെ അറിവ് കിട്ടാത്ത ഒരു സംഭവത്തിനെക്കുറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെ ചെയ്യാൻ നമ്മുടെ കയ്യിൽ വളരെ പഴകിത്തേഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പ്രയോഗിച്ച് പരിശീലിച്ച് പദം വന്ന വഴികൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അറിയാവുന്നതുമാണ്. എന്നാലും പലപ്പോഴും ഇതിൽ തെറ്റിപ്പോകുന്ന അവസരങ്ങളുണ്ട്. പ്രയർ ഇൻഫർമേഷൻ കിട്ടിയാൽ ഉള്ള പ്രൊസീജിയറും പ്രയർ ഇൻഫർമേഷൻ കിട്ടാതെ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സെർച്ച് തമ്മിലുള്ളൊരു പ്രൊസീജിയറും തമ്മിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കഥയെന്ന് വെച്ചാൽ, ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ 2 ഉദ്യോഗസ്ഥർ പെട്രോളിങ്ങിന് പോയപ്പോഴത്തേക്കും ഒരാളെ സംശയകരമായ രീതിയിൽ കണ്ടു. അപ്പോൾ അയാളുടെ ശരീര പരിശോധന ചെയ്തപ്പോൾ അയാളുടെ ശരീരത്തിൽ മയക്കുമരുന്ന് പാക്കറ്റായിട്ട് വെച്ച് കെട്ടിയിരിക്കുന്ന കണ്ടു. അത് പിടിച്ച് കേസായി. അപ്പോൾ അത് പിടിച്ച് കേസാക്കി, അത് അവരുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി കേസായി കോടതിയിൽ പോയി. അപ്പോൾ ഈ നമ്മുടെ മയക്കുമരുന്ന് NDPS ആക്ട് പ്രകാരം പറയുന്നുണ്ട്, പ്രയർ ഇൻഫർമേഷൻ കിട്ടിയതാണെങ്കിൽ ആദ്യം ആ ഇൻഫർമേഷൻ ഷുഡ് ബി റിഡ്യൂസ്ഡ് ഇൻ റൈറ്റിംഗ്. ആ ഇൻഫർമേഷൻ്റെ കോപ്പി അറസ്റ്റ് ചെയ്യുന്ന ആളുടെ റൈറ്റ് ചെയ്ത ഒറിജിനൽ അറസ്റ്റ് ചെയ്യുന്ന ആളിൻ്റെ കൂടെ ബാക്കിയുള്ള ഡോക്യുമെൻസിൻ്റെ കൂടെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെയും മറ്റും കൂടെ കോടതി കൊടുക്കണം. ആ ഇൻഫർമേഷൻ 72 മണിക്കൂറിനകത്ത് തൊട്ട് മുകളിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന് അയച്ചിരിക്കണം എന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ കഥ പറയുന്നത്, അതിൻ്റെ ആർഗ്യുമെൻറ്റിൽ ശരി 2 റേഞ്ച് ഓഫീസർമാർ പോയി കണ്ടുപിടിച്ചു, വിളിച്ചു പറഞ്ഞപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ വന്നു, പിടിച്ചു, കേസെടുത്തു. കാരണം എക്സൈസ് ഇൻസ്പെക്ടർ അതിനെ കണക്കാക്കിയത് 2 റേഞ്ച് ഇൻസ്പെക്ടർമാർ പോയി പ്രയർ ഇൻഫർമേഷൻ ഇല്ലാതെ പോയി ഒരു കേസെടുക്കുകയാണ് ചെയ്തത്. ആ കേസാണ് അദ്ദേഹം വന്ന് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നത്. പക്ഷേ കോടതിയിൽ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളോട് ഫോറസ്റ്റ് പിടിച്ച വാച്ചർമാർ നിങ്ങളോട് വിളിച്ച് പറഞ്ഞില്ലേ ഒരാളെ പിടിച്ചിട്ടുണ്ടെന്ന്? ഉണ്ട്. അയാളുടെ കയ്യിൽ കഞ്ചാവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. ആ വിവരം നിങ്ങൾ ഡിഡ് യു റിഡ്യൂസ് ഇറ്റ് ഇൻ റൈറ്റിംഗ്? നിങ്ങൾ എഴുതി സൂക്ഷിച്ചോ? ഇല്ല. നിങ്ങൾ ആ വിവരം നിങ്ങളുടെ 72 മണിക്കൂറിനകത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ അറിയിച്ചോ? ഇല്ല. കാരണം അവിടെ ആ ഇൻസ്പെക്ടർക്ക് ഒരു തെറ്റുപറ്റി. അതായത് കിട്ടുന്ന വിവരം അനുസരിച്ചാണല്ലോ പോകുന്നത്. പക്ഷേ ഇവിടെ പ്രയർ ഇൻഫർമേഷൻ, ആ ഇൻസ്പെക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയർ ഇൻഫർമേഷനാണ്. അങ്ങനെ കേസ് വിട്ടുപോയി എന്നൊരു കഥയുണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞാലും അത് ഈ നിയമത്തിൻ്റെ ഫൈൻ പോയിൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂവൻസസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതായത് നൂലാമാലകൾ അല്ലെങ്കിൽ അതിൻ്റെ വളരെ നേർത്ത പടലങ്ങൾ നമ്മളെപ്പോഴും പരിശോധിക്കാനും നമ്മുടെ സാഹചര്യത്തിന് അനുയോജ്യമായ നിയമവശം അല്ലെങ്കിൽ നിയമപ്രവർത്തനം അല്ലെങ്കിൽ പ്രൊസീജിയർ ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ ശ്രദ്ധയുണ്ടെങ്കിൽ നമുക്ക് കൺവിക്ഷൻ കിട്ടും, അല്ലെങ്കിൽ കേസ് വിട്ടുപോകും. ഈ കേസ് വിട്ടുപോകുമ്പോൾ നമ്മുടെ ആ പ്രവൃത്തിയുടെ നമ്മുടെ അവധാനതക്കുറവ് കൊണ്ട് സമൂഹത്തിന് സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിനുണ്ടാകുന്ന ഒരു ദുരവസ്ഥ എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലിരുത്തിയാൽ
നമ്മൾ മനസ്സിൽ കണ്ടാൽ നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാക്കില്ല, അത്തരത്തിലുള്ള തെറ്റുകൾ വരുത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ നിയമം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ ഞാൻ ഇതിനെതിരാണ്, എൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഇത് വരാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മാരകമായ വിപത്താണ് എന്നുള്ള ഒരു ബോധത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രവൃത്തിക്ക് എപ്പോഴും കുറച്ചുകൂടെ ശുഷ്കാന്തിയും സൂക്ഷ്മതയും കൂടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതിന് ഇത്തരത്തിൽ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം വളരെ നന്നാക്കുക, എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം സാങ്കേതികമായിട്ട് മെച്ചപ്പെട്ടതാക്കുക, കുറ്റമറ്റതാക്കുക, കുറ്റവാളിക്ക് അയാൾ അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ച് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കോടതിയുടെ മുമ്പ് കൊണ്ടുവയ്ക്കുക. കോടതിയുടെ തീരുമാനം എന്തായാലും ശരി, ആ തെളിവുകളെല്ലാം കോടതിയുടെ മുമ്പ് വരുത്തുക, നിയമവശങ്ങളെല്ലാം ശരിയായിട്ട് പാലിച്ച് കുറ്റവാളിക്ക് ശിക്ഷ കൊടുക്കാനുള്ള ഏറ്റവും നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് നമ്മുടെ കർത്തവ്യം. അപ്പോൾ ലഭ്യത കുറവാക്കുന്ന എന്നുള്ളതിൽ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളും പെടുന്നു. പിന്നെയുള്ളത് ഡിമാൻഡ് റിഡക്ഷനാണ്, അതായത് ഇതിൻ്റെ ആവശ്യം കുറയ്ക്കുക. അപ്പോൾ ഈ ആവശ്യം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ആവശ്യക്കാർ വിചാരിച്ചാലേ ആവശ്യം കുറയുള്ളൂ. ലഭ്യത കുറഞ്ഞാൽ മാത്രം ആവശ്യം കുറയുകയില്ല. ലഭ്യത കുറഞ്ഞാൽ ഇപ്പം തന്നെ കാണുന്നുണ്ട്. അതായത് കഞ്ചാവോ മറ്റു മയക്കുമരുന്നുകളോ ലഭ്യമല്ലെങ്കിൽ അവയ്ക്ക് വലിയ വില കൊടുക്കേണ്ട ഇതുണ്ടെങ്കിൽ അവ കുറ്റകൃത്യമാണ്, അവ കിട്ടാൻ അത്ര എളുപ്പമല്ലെങ്കിൽ ആളുകൾ മറ്റ് പല സബ്സ്റ്റിറ്റ്യൂട്ടുകളിലേക്കും മറ്റ് പദാർത്ഥങ്ങളിലേക്ക് തിരിയും. കുട്ടികൾ സ്ഥിരമായിട്ട് നിങ്ങൾക്കറിയാം, കുട്ടികൾ സ്ഥിരമായിട്ട് പെയിൻറ്റ്, വാർണിഷ്, പശ മുതലായ പല സാധനങ്ങൾ അവർ ഉപയോഗിച്ച് ശീലിക്കുന്നു. അതൊക്കെ ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ ഈ മയക്കുമരുന്ന് അവർക്ക് ലഭ്യമല്ലാത്തതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള പല സാധനങ്ങളിൽ കൂടെ ആ ശീലത്തിലേക്ക് തുടങ്ങി അവസാനം അതിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട്സ് പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതായത് പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുമുള്ള മരുന്നുകൾ ഇപ്പോൾ മയക്കുമരുന്നുമായിട്ട് ദുരുപയോഗം ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ലഭ്യത കുറയുക എന്നുള്ളതുകൊണ്ട് മാത്രം മനുഷ്യൻ്റെ ഈ പറഞ്ഞതുപോലെ ഒരു മാനസികമായ ഒരു പ്രശ്നമായ മയക്കുമരുന്നിനോടുള്ള ആഭിമുഖ്യം, മാനസികവും സാമൂഹികവും, പലപ്പോഴും സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ലഭ്യത കുറയ്ക്കുന്നത് കൊണ്ട് മാത്രം ആവശ്യം കുറയുന്നില്ല, ഡിമാൻഡ് കുറയുന്നില്ല. ഡിമാൻഡ് കുറയണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൽ നിന്ന് ഇതിനെതിരെ ഒരു ശബ്ദം ഉയർന്നു വരണം. അപ്പോൾ അതിന് നമുക്ക് സമൂഹത്തിൻ്റെ പങ്കാളിത്തം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു പങ്കാളിത്തം ആവശ്യമാണ്. നമ്മൾക്ക് ലഭ്യത കുറയ്ക്കാനുള്ള നടപടികൾ മാത്രം നമ്മളെടുത്ത് മുമ്പോട്ട് പോകാനൊക്കില്ല. നമുക്കിത് രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്താലേ നമുക്ക് വിജയം സാധിക്കുകയുള്ളൂ. കാരണം ലഭ്യത കുറയ്ക്കുന്തോറും വേറെ തരം കുറ്റകൃത്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കുറ്റത്തിന് പകരം വേറൊരു കുറ്റം, രണ്ടിൻ്റെയും ഭൗതികമായ പ്രഭാവം ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പണി വ്യഥ ആയി പോകും എന്ന് പറയേണ്ട കാര്യമില്ല, വൃഥാവിലായി പോകുമെന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും നമ്മൾ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല പരിപാടികൾ ഇപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആണിക്കല്ലെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ജനപങ്കാളിത്തമാണ്. നമ്മൾക്ക് എത്രമാത്രം സമൂഹത്തിനെ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കുന്നു, നമ്മൾ പറയുന്ന അവർ കേൾക്കണമെങ്കിൽ, നമ്മൾ പറയുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കണമെങ്കിൽ, നമ്മൾ പറയുന്ന അവർ അനുസരിക്കണമെങ്കിൽ നമ്മളും അവരും തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശ്വാസ കമ്മി, ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാവരുത്. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ നല്ലതിനാണ് എന്ന് ആളുകൾ ആലോചിക്കുമെങ്കിൽ അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഏറ്റവും നല്ല ഉദാഹരണം ഹെൽമെറ്റാണ്. ഈ നിയമങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശിക്ഷയില്ലെങ്കിൽ മനുഷ്യൻ നിയമം അനുസരിക്കുകയില്ല എന്നുള്ള ഒരു തത്വത്തിനും ഏറ്റവും നല്ല ഉദാഹരണം ഹെൽമെറ്റാണ്. കാരണം എത്ര ബോധവൽക്കരണം നടത്തിയാലും ആളുകൾ ഇപ്പോഴും ടൗണിൻ്റെ അടുത്തെത്തുമ്പോൾ അല്ലെങ്കിൽ പോലീസുകാരനെ കാണുമ്പോൾ അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ മാത്രമേ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വയ്ക്കുന്നുള്ളൂ എന്നുള്ളത്. അല്ലാതെ ഒരു ആത്മനിയന്ത്രണത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ഒരു സ്വന്തം തീരുമാനത്തിൻ്റെ ബലത്തിൽ എത്ര പേര് ഹെൽമെറ്റ് കൃത്യമായിട്ട് വെച്ച് നടക്കുന്നുണ്ട്? അവരുടെ ശതമാനം മിക്കവാറും ചുരുക്കമായിരിക്കും, അല്ല എന്തായാലും പകുതിയിൽ കുറവായിരിക്കും. അപ്പോൾ പലപ്പോഴും സമൂഹത്തിൻ്റെ, അപ്പോൾ ഈ നിയമം അനുസരിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൻ്റെയെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നിയമം നടത്തിയെടുക്കാനൊക്കെയില്ല. നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ ബന്ധപ്പെടുന്ന ചില ജനവിഭാഗങ്ങളുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് അവരുടെ ശ്രദ്ധയും അവരുടെ വിശ്വാസവും പിടിച്ചു പറ്റാവുന്ന ചില ജനവിഭാഗങ്ങളുണ്ട്. സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥികളാണ് അതിലൊരെണ്ണം. നമ്മുടെ മറ്റ് പല പരിപാടികളിലും കൂടെ നമ്മൾ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നമുക്കൊരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും എക്സൈസിനായാലും നമുക്കൊരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സ്കൂൾ കുട്ടികൾ നമ്മൾക്ക് പോരെങ്കിൽ അവരാണ് വളർന്നു വരുന്ന, അവരാണ് ഈ മയക്കുമരുന്നിൻ്റെ ലോകത്തിലേക്കും അവർ വളരുകയാണ്. അപ്പോൾ ഇവരിൽ പലരും, കുറച്ച് പേരെങ്കിലും മയക്കുമരുന്നിലേക്ക് വഴിതെറ്റിപ്പോകാനൊരു നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരത്തെ കണ്ട് പിടിച്ചു നിർത്തുക എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ റിസോഴ്സ് പേഴ്സൺസാണ്. അതുപോലെ തന്നെയാണ് കുട്ടികളെന്ന് പറയുന്ന കുടുംബത്തിലെ പ്രധാന അംഗങ്ങളാണ് ഇപ്പോഴും. അപ്പോൾ കുട്ടികൾ വഴി കുടുംബത്തിനെ, മാതാപിതാക്കളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കൾ വേറൊരു വിഭാഗമാണ്. കുട്ടികളുടെ കാര്യവുമായിട്ട് ഇടപെടുമ്പോൾ മാതാപിതാക്കൾ
സ്വാഭാവികമായി തന്നെ നമ്മുടെ മുമ്പ് വന്നു ചേരും. അപ്പം മാതാപിതാക്കൾക്ക് ഈ കുട്ടികളുടെ ഇതിൻ്റെ ഉപയോഗം, ഇതിനോടുള്ള പരിചയം അഥവാ ഉപയോഗം തുടങ്ങിപ്പോയാൽ അതിൻ്റെ പരിഹാരം എന്നുള്ളതിലൊക്കെ മാതാപിതാക്കൾക്ക് ഒരു പ്രധാന റോളുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം നടത്താൻ നമുക്ക് സാധിക്കണം. കാരണം മാതാപിതാക്കളെ നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളെപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെയാണ് അധ്യാപകരും രക്ഷകർത്താക്കളും ഉദ്യോഗസ്ഥരാണ്. അധ്യാപക വിഭാഗങ്ങൾ അവർ ഉദ്യോഗസ്ഥരാണ്. അവരോട് നമുക്ക് മിക്കവാറും ഒക്കെ നിരന്തര സമ്പർക്കം പല പരിപാടികളിലൂടെയും വരുന്നുണ്ട്. അപ്പോൾ ഈ 3 വിഭാഗങ്ങളെ നമുക്ക് ഈ കാഴ്ചപ്പാടിലൂടെ സ്വാധീനിക്കാൻ സാധിച്ചാൽ ഈ മയക്കുമരുന്നെന്ന വിപത്തിനെതിരെ നമുക്കൊരു നല്ല ഒരു യുദ്ധം, നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിന് ഒപ്പം തന്നെ അതിന് ബലം കൊടുക്കുന്ന രീതിയിൽ നല്ല ഒരു പ്രയത്നം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ പല പ്രവർത്തനങ്ങളും നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ പിന്തിരിഞ്ഞ് നോക്കിയാൽ കാണാവുന്നുള്ളത് അവ പലതും യാന്ത്രികമായി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിയാത്മകമായ രീതിയിൽ എങ്ങനെ നമ്മൾക്ക് ഈ സന്ദേശം നമ്മുടെ വേണ്ടപ്പെട്ടവരിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്നവരിലേക്ക് എത്തിക്കാമെന്നുള്ളത് ഓരോ ദിവസവും ചിന്തിച്ച് പുതുക്കി നമ്മുടെ അടവ് മാറ്റിയെടുക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതും കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ എൻഫോഴ്സ്മെൻറ്റും അവയർനെസ് ക്രിയേഷനും ബാക്കി ട്രസ്റ്റ് ക്രിയേഷനും ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു തരത്തിലുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിലേ നമുക്കിതിൽ വിജയം വരിക്കാൻ സാധിക്കൂ. അപ്പോൾ നിങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ ഓരോ ഉദ്യോഗസ്ഥനും അവനവന് എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചെയ്യുക. നമ്മുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് മാതൃകയാവും. അത്തരത്തിൽ സമാനമായി ചിന്തിക്കുന്നവരുടെ കൂട്ടായ്മകൾ ഉയർന്നു വരും. അതാണ് നമ്മൾ മറ്റേത് കാര്യത്തിലും സമൂഹത്തിൽ കാണുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും കയ്യിലെടുക്കുക, അവരെ എല്ലാം സ്വാധീനിച്ച് നമ്മളുടെ ഈ ന്യായമായ നിയമപരമായ സമൂഹത്തിന് ഗുണകരമായ പ്രയത്നം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ട കാര്യം. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ ഭൂമി, ഇപ്പം നമ്മുടെ കേരളം പറഞ്ഞാൽ കേരളത്തിലെ ഓരോ ഇഞ്ച് മണ്ണും ഏതെങ്കിലും ഒരു ജൂറിസ്ഡിക്ഷനാണ്. നമുക്ക് പറയാം, കാട് എന്ന് പറയുന്ന സംഗതി മുഴുവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്. അവിടെയൊക്കെ എന്ത് നടന്നാലും അതിന് ചുമതലപ്പെട്ടവർ അവരാണ്. അതുപോലെ തന്നെ ഒരു SHO എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അദ്ദേഹത്തിന് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളില്ല. ഇനി വല്ല ഫോറിൻ എംബസിയോ അല്ലെങ്കിൽ ഒരു കേന്ദ്ര എന്തെങ്കിലും നിയന്ത്രിത സ്ഥാപനമോ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അല്ലാതെ അദ്ദേഹത്തിന് കയറാൻ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോലും ഒരു കുറ്റകൃത്യം നടന്നു എന്ന് കണ്ടാൽ നമുക്ക് കിടന്ന് കയറാം. അപ്പോൾ നമ്മൾക്ക് ഇതിന് ഔദ്യോഗികമായിട്ടും നിയമപരമായിട്ടും നമുക്ക് നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തടയാനൊരു ചുമതലയും കൂടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വലിയ വിപത്താണ്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിൽ എന്ത് കാര്യം? ഇത് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമുക്കിതിൽ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നെങ്കിലും ഇതിൻ്റെ ദുഷ്ടഫലങ്ങൾ ചിലപ്പോൾ നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ അനുഭവിക്കാൻ പാത്രങ്ങളായെന്ന് വരാം. അതായത് മയക്കുമരുന്നിൻ്റെയോ കഞ്ചാവിൻ്റെയോ ലഹരിയിൽ ഒരു വണ്ടി ഓടിച്ചു വന്ന്, അതായത് ഏതെങ്കിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തുള്ള ഒരാൾ ഒരു വണ്ടി ഓടിച്ചു വരുന്നു, അയാൾ കഞ്ചാവിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിലാണ്. അയാൾ ഇവിടെ ഒരാളെ അശ്രദ്ധ കൊണ്ട് അയാളുടെ കഞ്ചാവിൻ്റെ ലഹരിക്ക് അടിമപ്പെട്ട് അയാളുടെ റിയാക്ഷൻസ് മോശമായി അയാളൊരു അപകടത്തിൽ ഇടിച്ചു കൊല്ലുന്നു. അപ്പോൾ കഞ്ചാവ് എവിടുന്ന് വന്നു, അല്ലെങ്കിൽ ആ മയക്കുമരുന്ന് എവിടുന്ന് വന്നു, അത് കഴിച്ച ആൾ എവിടുന്ന് വന്നു, ആ വണ്ടി എവിടുന്ന് വന്നു, അവസാനം ദുരവസ്ഥ അനുഭവിക്കുന്ന ആൾ എവിടെ കിടക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടതല്ലാത്ത അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന തരം ശീലങ്ങളാണ് ഈ മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതിനോട് തീർച്ചയായിട്ടും സന്ധിയില്ലാത്ത ഒരു സമരം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ വർഷത്തിൽ നിങ്ങളോട് പറയുന്നത് ബെറ്റർ നോളജ് ഫോർ ബെറ്റർ കെയർ. നമ്മൾ കുറച്ചുകൂടെ നല്ല അറിവ് സമ്പാദിച്ച് ഇതിനോട് കുറച്ചുകൂടെ നമ്മുടെ കഴിവുകൾ കൂടുതൽ മൂർച്ചപ്പെടുത്തി നമ്മൾ ഇതിനോട് കൂടുതൽ ശക്തിയായി സമരം ചെയ്ത് ഇതിനെ ഓവർകം ചെയ്യുക. നമുക്കിത് വിചാരിച്ചാൽ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലും പ്രത്യേകിച്ചും ഈ പാതയിലും, അതായത് മയക്കുമരുന്നിനെതിരായിട്ട് നിങ്ങൾ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും സകല വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. NDPS ആക്ടിൻ്റെ ചില കാണാപ്പുറങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇന്ന് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. കാണാപ്പുറങ്ങളെന്ന് യഥാർത്ഥത്തിൽ പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ ഇത് നിയമത്തിലുള്ളതാണ്. നിയമത്തിലുള്ള കാര്യങ്ങൾ നമ്മളത് യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് അമെൻമെൻറ്റ്സ് NDPS ആക്ടിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് എനിക്ക് തോന്നുന്ന 1-2 സെക്ഷൻസിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് സെക്ഷൻ 64A ആണ്. ഈ 64A പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കേരളത്തിൽ നമ്മൾ അത് ഉപയോഗിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവ് കുറവാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം.
പക്ഷെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആരും തന്നെ ഇന്ന് വരെ ഈ 64A എന്നുള്ള വകുപ്പ് ഉപയോഗിച്ചിട്ടില്ല NDPS ആക്ട് ഇൻവെസ്റ്റിഗേഷൻസിൽ. വളരെ പ്രശസ്തമായ ഒരു മോഹൻലാൽ കേസുണ്ട്. ആ മോഹൻലാൽ കേസിനകത്ത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് DG വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി പറഞ്ഞത് 16/8/2018 വന്ന ജഡ്ജ്മെൻ്റാണ്. ആ ജഡ്ജ്മെൻ്റ് അനുസരിച്ച് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഒരുപാട് കോമൺ ഫ്ലോസിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് 32/2018 സർക്കുലറും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സീസിങ് ഓഫീസർ തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആവാൻ പാടില്ല. പിന്നെ ഈ സ്പോട്ടിൽ നിന്ന് തന്നെ സീഷർ നടത്തിയെന്ന് അൻഷുർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഇപ്പം ആ സീഷർ സ്പോട്ടിൽ നിന്ന് നടത്തണം എന്ന് പറയുന്നതൊന്നും പുതിയ കാര്യമല്ല, നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ആൾക്കാർ പലരും ചെയ്യുന്നത് സീഷർ വേറെ സ്ഥലത്ത് വെച്ച് കാണിക്കുന്ന സ്പോട്ടിൽ വെച്ചാണെങ്കിലും നടത്തുന്നത് വേറെ സ്ഥലത്തായിരിക്കും. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ലൂപ്പ് ഹോൾസ് ഇൻവെസ്റ്റിഗേഷനിൽ ബാക്കി നിർത്തുകയും ചെയ്യും. ഇതൊക്കെ പലപ്പോഴും ഇൻവെസ്റ്റിഗേഷനെ പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട്. ഇത് കൂടാതെ ഈ പലപ്പോഴും ഈ റിക്കവറി സീഷറും അക്യൂസ്ഡിൽ നിന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് മറന്നു പോകാറുണ്ട്. ഇതൊന്നും കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ 64A എന്ന് പറഞ്ഞ പ്രൊവിഷൻ. 64A എന്ന പ്രൊവിഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനി അഡിക്റ്റ് ഹൂസ് ചാർജ് വിത്ത് എൻ ഒഫൻസ് പണിഷബിൾ അണ്ടർ സെക്ഷൻ 27 അനുസരിച്ച് പണിഷബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒഫൻസിൽ പിന്നെ നമ്മൾ ഒരാളെ കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കുകയോ അയാളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വോളണ്ടറി ആയിട്ട് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് അഡിക്ഷന് അണ്ടർഗോ ചെയ്യാൻ തയ്യാറാണ്. അയാളുടെ കയ്യിലുള്ളത് സ്മോൾ ക്വാണ്ടിറ്റി ആണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്ക് ക്വാണ്ടിറ്റിയുടെ ഡിഫറൻസിയേഷൻ നിങ്ങൾക്കറിയാം. സ്മോൾ, ലാർജ്, കമേഴ്ഷ്യൽ ഇങ്ങനെയുള്ളതിൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ് അയാളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നും അയാളുടെ കയ്യിൽ അത് മിക്കവാറും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ കണക്കാക്കിയിട്ടാണ്. അവരുടെ ഒരു അഡിക്ഷൻ്റെ സ്വഭാവം കാരണം ഉപയോഗിക്കുന്ന ആൾക്കാരെ അവർ അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനും കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്തൊരു ഹോസ്പിറ്റലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ ആണ് എന്നുമുണ്ടെങ്കിൽ ആ ആൾക്ക് പ്രോസിക്യൂഷൻ ഒഴിവാക്കി കൊടുക്കാനുള്ള അധികാരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഈ 64A പ്രകാരം കിട്ടുകയാണ്. പ്രോസിക്യൂഷൻ immunity from prosecution may be granted to this person, and the same immunity from prosecution which may be granted can be withdrawn if he does not undergo the complete treatment for de-addiction. ഇപ്പം ഇങ്ങനെ ഒരു പ്രൊവിഷൻ നിയമത്തിലുണ്ടായിട്ട് ഇന്ന് വരെ നമ്മൾ അങ്ങനെ ഒരു അഡിക്റ്റിനെയും രക്ഷിച്ചതായിട്ടോ ആ അഡിക്റ്റിൻ്റെ മൊഴിയുടെ സഹായത്തോടു കൂടി കേസ് ശിക്ഷിക്കപ്പെട്ടതായിട്ടോ എൻ്റെ അറിവിലില്ല. അപ്പോൾ അത് വളരെ പരിതാപകരമായൊരവസ്ഥയാണ്. അത് രണ്ട് തരത്തിൽ നമുക്ക് ഗുണം ചെയ്യും. ഒന്ന്, ഈ അഡിക്ഷൻ്റെ ഒരു സ്റ്റിഗ്മയും ഇല്ലാതെ അയാളെ നല്ല മനുഷ്യനാക്കി പുറത്തിറക്കി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. പല കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള കേസുകൾ അവർ മറച്ചു വെക്കുന്നത് ഈ പ്രോസിക്യൂഷൻ ഭയന്നിട്ടാണ്. അപ്പം ഇങ്ങനെ ഒരു സാധനത്തിന് നമുക്ക് മതിയായ രീതിയിലുള്ള പ്രചാരം കൊടുക്കാൻ സാധിക്കുകയും ആ വ്യക്തിക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ വരുന്ന അവസരങ്ങളിൽ അവർക്ക് ആ സ്റ്റിഗ്മ ഇല്ലാതെ അവരെ പുനരധിവസിപ്പിക്കാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് മുൻപന്തിയിലേക്ക് പോലീസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ജനോപകാരപ്രദമായ പ്രവർത്തികളുടെ മുകളിലൊരു പൊന്തൂവലായിരിക്കും യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് യഥാർത്ഥത്തിൽ ഒരു NDPS കേസുകളിലും ആൾക്കാർ ഉദ്യമിച്ച് കാണുന്നില്ല. ഈ NDPS കേസിലെ ഇങ്ങനെ പിടിക്കപ്പെടുന്ന സ്മോൾ ക്വാണ്ടിറ്റിയായി പിടിക്കപ്പെടുന്ന അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവരെ നമ്മളുടെ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് ഈ അഡിക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ മുതിർന്നാൽ കേസിന് മുതൽക്കൂട്ടായിരിക്കും, ഇൻവെസ്റ്റിഗേഷൻ മുതൽക്കൂട്ടായിരിക്കും, സമൂഹത്തിന് മുതൽക്കൂട്ടായിരിക്കും, ഈ വ്യക്തിക്ക് ഗുണമായിരിക്കും. അയാളുടെ ഐഡൻറ്റിറ്റി നമ്മൾ റിവീൽ ചെയ്യാതെ വെക്കാൻ കൂടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അപകടം ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് അയാളെ കൊണ്ടുനടക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഇൻ ക്യാമറ ട്രയൽ നമുക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സൈസ് വകുപ്പിൻ്റെ കീഴിൽ വിമുക്തി എന്ന് പറഞ്ഞൊരു അഡിക്ഷൻ സെൻറ്റർ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സേവനം ഇതിനു വേണ്ടിയിട്ട് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഈ ചെറിയ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള 64A എന്ന് പറഞ്ഞ വകുപ്പിൻ്റെ ഉപയോഗം നന്നായിട്ട് ഉണ്ടാവുന്നത് നമുക്കും സമൂഹത്തിനും ഗുണമായിരിക്കും, ഇൻവെസ്റ്റിഗേഷനും ഗുണമായിരിക്കും. ഇനി അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഫോർഫീച്ചർ ഓഫ് ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി 68 എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ആസ് ടു ദ കമ്മീഷൻ ഓഫ് ഒഫൻസസ് എന്ന് പറയുന്ന വകുപ്പിന് ഉപവകുപ്പുകളായിട്ട്
എ മുതൽ അങ്ങ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ എ എന്ന് തുടങ്ങിയിരിക്കുന്ന സാധനം വെച്ച് ഒരു കേസിൽ നമ്മുടെ ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള സോജൻ അന്വേഷിച്ച ഒരു കേസിൽ ഏകദേശം ഇങ്ങനെ ഒരു 11 കോടിയോളം രൂപയുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ട് അത് പിന്നെ ഹൈക്കോടതി വരെ ഇങ്ങനെ അത് പിന്നെന്താ പറയുക, അതിൻ്റെ ഡെലിബറേഷൻസ് നടക്കുകയും സോജൻ ചെയ്തത് ശരിയാണെന്നുള്ള രീതിയിലുള്ളൊരു തീരുമാനം വരികയും ചെയ്തു. അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ മുഴുവൻ വായിച്ച് ഞാൻ നിങ്ങളുടെ സമയം ഇപ്പോൾ കളയുന്നില്ല. എന്നാൽ നിങ്ങൾ നിർബന്ധമായി 68A, 68B, 68C ഇത്യാദി വകുപ്പുകൾ മുഴുവൻ വായിക്കുകയും അതിനകത്ത് സത്യം പറഞ്ഞാൽ ഈ ഡ്രഗ് പെഡലിംഗ് നടത്തുന്ന വ്യക്തികൾ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ വാടക വീട് വരെ ആ ഉടമസ്ഥൻ്റെ അടുത്തുനിന്ന് എന്താ പറയുക പിടിച്ചെടുക്കാനായിട്ടുള്ള അധികാരം അന്വേഷണ ഉദ്യോഗസ്ഥന് കൊടുത്തുകൊണ്ടുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് പറയുന്നത്. വളരെ ഡ്രക്കോണിയൻ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. വളരെ കാർക്കശ്യമുള്ള നിയമം, വിട്ടുവീഴ്ചയില്ലാത്ത നിയമമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരും. കാരണം ചിലപ്പോൾ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ കൂടെ താമസിക്കുന്നവരോ ബന്ധുക്കളായിട്ടുള്ളവരോ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളവരോ ഒന്നും തന്നെ ഈ ആൾ ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ അറിയാതെ നടക്കുന്നുണ്ടാവാം, പിന്നെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സഹിക്കുന്നതുണ്ടാവാം, ഭീഷണി കൊണ്ട്, അല്ലെങ്കിൽ മക്കളായി പോയതുകൊണ്ട് നിവൃത്തിയില്ലാതെ സഹിക്കുന്ന മാതാപിതാക്കളുണ്ടാവാം. അപ്പോൾ അവരുടെയൊക്കെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ ആ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് ആലോചിച്ച് വേണ്ട രീതിയിൽ ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ വ്യവസായത്തിൻ്റെ നടുവൊടിക്കാൻ ഉതകുന്ന നിയമങ്ങളിൽ പ്രാബല്യത്തിലുണ്ടെന്നിരിക്കെ ആ നിയമങ്ങളൊന്നും ഉപയോഗിക്കാതെയാണ് പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് മുമ്പോട്ട് പോകാറുള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രോപ്പർട്ടിയുടെ അക്വിസിഷൻ 6 വർഷത്തിന് മുമ്പാണ്, അറസ്റ്റിന് 6 വർഷത്തിന് മുമ്പാണെങ്കിൽ അതിന് ചില ബാറുകളൊക്കെ അമെൻമെൻറ്റ്സിൽ കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. പക്ഷേ അങ്ങനെയല്ലാതെ മിക്കവാറുമുള്ള എല്ലാ അക്വിസിഷനും ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി ആയിട്ട് സെക്ഷൻ 68E-ലും 68F-ലും പറഞ്ഞിരിക്കുന്ന പ്രക്രിയ പ്രകാരം ഐഡൻറ്റിഫിക്കേഷനും സീഷറും നടത്താനായിട്ട് നമുക്ക് അധികാരമുണ്ട്. ഈ അധികാരം നമ്മൾ ഇന്ന് വരെ ഉപയോഗിച്ച് കാണുന്നില്ല. അപ്പോൾ ആ ഉപയോഗിച്ച് കാണാത്ത അധികാരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമല്ല, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡ്രക്കോണിയൻ പ്രൊവിഷൻ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് 68J എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. 68J എന്ന് പറഞ്ഞ പ്രൊവിഷനകത്ത് ഈ പ്രോപ്പർട്ടി ഇപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ ജുഡീഷ്യസ് ആയിട്ട് മാത്രം ഉപയോഗിക്കേണ്ട പ്രൊവിഷൻസ് ആണ്. ഉപയോഗിക്കുന്നില്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് ഞാൻ പറഞ്ഞെങ്കിലും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഇത്തരത്തിൽ ഓർത്തു കൊള്ളണം. കാരണം വെച്ചാൽ ഇതിനകത്ത് സെക്ഷൻ 68J പ്രകാരം നിങ്ങളിങ്ങനെ ഒരു നർക്കോട്ടിക്സ് കേസിനോടനുബന്ധിച്ച് അയാളുടെ ബന്ധുവിൻ്റെയോ അയാളുടെയോ ഏതെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾ സീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി അല്ല, ഇല്ലീഗലി അക്വയർഡ് അല്ല, പ്രൊസീഡ്സ് ഓഫ് ക്രൈം അല്ല, ഡ്രഗ് സെയിൽസിൻ്റെ അല്ലെ നർക്കോട്ടിക് സെയിൽസിൻ്റെ പ്രൊസീഡ്സിൽ നിന്നുണ്ടാക്കിയതല്ല എന്ന് തെളിയിക്കേണ്ടത് ദ ബർഡൻ ഓഫ് പ്രൂഫ് ഇസ് ഓൺ ദി അക്യൂസ്ഡ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം ഒറ്റ വാചകം. ഇൻ എനി പ്രൊസീഡിംഗ്സ് അണ്ടർ ദിസ് ചാപ്റ്റർ ദ ബർഡൻ ഓഫ് പ്രൂവിംഗ് ദാറ്റ് എനി പ്രോപ്പർട്ടി സ്പെസിഫൈഡ് ഇൻ ദ നോട്ടീസ് സെർവ്ഡ് അണ്ടർ സെക്ഷൻ 68H is not illegally acquired property shall be on the person affected എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ അല്ല പ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോൾ ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ വീടും അതിൻ്റെ അയൽവക്കത്തിരിക്കുന്നവൻ്റെ വീടും എല്ലാം നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വീട്ടിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ആണെന്നല്ല പ്രൂവ് ചെയ്യേണ്ടത്, അല്ല എന്ന് അക്യൂസ്ഡ് പ്രൂവ് ചെയ്യേണ്ടത്. ബർഡൻ ഓഫ് പ്രൂഫ് ഇസ് ഓൺ ദി അക്യൂസ്ഡ് ആസ് പെർ സെക്ഷൻ 68J. അപ്പം ഇത് ഇത്രയും ഡ്രക്കോണിയനായിട്ടുള്ള നിയമം നിലവിലുണ്ടായിട്ട് ഈ നോട്ടീസ് നമ്മളിതിനെക്കുറിച്ചൊരു ഇത് ഫോർഫീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്യാനോ വിൽക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വിൽപ്പന നൾ ആൻഡ് വോയിഡ് ആവുന്ന നിയമവും ഇതിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് 68M. അപ്പം ഇങ്ങനെ വളരെ വളരെ ഡ്രക്കോണിയനായിട്ടുള്ള വളരെ പോലീസിന് ഡ്രക്കോണിയൻ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങളത് ഡിസ്ക്രിഷനോടുകൂടി ഉപയോഗിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പക്ഷെ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയല്ല. ഇതിന് ഏറ്റവും വലിയ പോരായ്മ എന്ന് വെച്ചാൽ ഈ വകുപ്പുകളൊന്നും ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വ്യാപകമായി നല്ല ഡിസർവിങ് കേസുകൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ വ്യാപനം തടയാനും
ഇതിന് വരുന്ന ഭവിഷ്യത്തുകൾ വളരെ ഗുരുതരമാണെന്നും ഇതിൻ്റെ എക്കണോമിക്സ് വളരെയധികമായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നും ആൾക്കാർ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് പിന്തിരിയാൻ ആൾക്കാർ തയ്യാറാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വകുപ്പുകൾ നന്നായിട്ട് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ആർജവം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ കാണിക്കണം. പ്രത്യേകിച്ച് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർ അത് കാണിക്കണം. അത് കൂടാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം ഈ കാര്യത്തിൽ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് പുതിയത് പലതും ഉണ്ടായി കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ്, അതായത് ഏകദേശം 1-2 വർഷം കഴിഞ്ഞാണ് നമ്മുടെ NDPSൻ്റെ എന്താ പറയുക അപ്പൻഡിക്സിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് തന്നെ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ്, അപ്പോൾ അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പുതിയ സമ്മിശ്രങ്ങൾ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആയിട്ട്. അത് പലപ്പോഴും ലിസ്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നു. അത്തരത്തിലുള്ള കേസുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴും നിങ്ങൾ കുറച്ച് മെനക്കെട്ട് അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഏതാണ് എന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ അത് രേഖപ്പെടുത്താത്തടത്തോളം അത് നർക്കോട്ടിക്കായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടില്ല എന്നും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വലുതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ പല കേസുകളും അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്. അക്വിറ്റലല്ല കേസ്, ഇത് നർക്കോട്ടിക് സബ്സ്റ്റൻസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരൊറ്റ ടെക്നിക്കൽ കാരണം കൊണ്ട് അത് ഡിസ്ചാർജ് ചെയ്ത് പോകും. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇത്തിരി അത്യധ്വാനം ചെയ്യേണ്ടി വരും. അതും കൂടെ ചെയ്യാനായിട്ട് ഈ തരുണത്തിൽ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്, ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ബോധിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഈ 68 എന്നുള്ള വകുപ്പും 64A എന്നുള്ള വകുപ്പും ഈ നർക്കോട്ടിക്സ് ലിസ്റ്റിലുള്ള സൈക്കോട്രോപിക് സബ്സ്റ്റൻസസിലുള്ള അപ്ഡേഷനും നിങ്ങൾ കാലാകാലം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് എഫക്റ്റീവ് നർക്കോട്ടിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരങ്ങൾക്ക് കരുത്ത് പകരാനായിട്ട് ഈ ചെറിയ ക്ലാസ് ഉപകരിക്കട്ടെ. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനുമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള സൗകര്യവും ആർജവവും സിദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ലോകത്തെ മുഴുവൻ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നോവൽ കൊറോണ വൈറസ് വരുത്തി വച്ചിരിക്കുന്ന വിനാശത്തേക്കാൾ വലിയ വിനാശമാണ് എക്കാലത്തും മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ മദർ ഓഫ് ഓൾ വൈസസ് ഓർ ഓൾ ക്രൈംസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നാർക്കോട്ടിക്സ് ആയിരിക്കും. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൊണ്ട് പലപ്പോഴും അതിൻ്റെ ആസക്തിയിൽ വകതിരിവുകളില്ലാത്ത നടത്തിയിരിക്കുന്ന അതിഭീകരമായിരിക്കുന്ന ഹീനകൃത്യങ്ങൾ നമുക്ക് പലതും അറിയാം. ഒരുപക്ഷെ അമ്മയെന്നോ മകളെന്നോ വേർതിരിവില്ലാത്ത രീതിയിലുള്ള പ്രാകൃത പ്രകടനങ്ങൾ, അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള ബ്രൂട്ടലായിരിക്കുന്ന ക്രൈമും ചെയ്യാനുള്ള അവസ്ഥ, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീകരത തന്നെ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം കൊണ്ട് നമ്മൾ ഏറെ പല പത്രങ്ങളുടെയും TV-കളുടെയും ന്യൂസുകളെയും നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചിട്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിനുള്ള വിവിധ സ്ട്രാറ്റജീസ്, പ്രത്യേകിച്ച് ഒരു 2-pronged സ്ട്രാറ്റജി കേരള പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. കാരണം ഏതൊരു മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിന് പിന്നിലും 2 ആസ്പെക്ട്സ് ഉണ്ടെന്ന് കേരള പോലീസ് തിരിച്ചറിയുന്നു. അതിലൊന്ന് സപ്ലൈ സൈഡാണ്, അതിൻ്റെ അവൈലബിലിറ്റി തടയുന്നതിന് വേണ്ടി, അതിൻ്റെ ലഭ്യത തടയുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസ് അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിങ്ങിനെ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായ രീതിയിൽ നടത്തുന്നുണ്ട്. കേരള പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള കേരള സ്റ്റേറ്റ് ആൻറ്റി നാർക്കോട്ടിക് ആക്ഷൻ ഫോഴ്സ്, അതിൻ്റെ സബ് ഡിവിഷൻ, അതിൻ്റെ ഡിസ്ട്രിക്ട് ഹെഡുകളായിരിക്കുന്ന ഡാൻസബ്, ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ്, അത് സ്പെഷ്യലൈസ്ഡ് ടീമാണ്. ആ സ്പെഷ്യലൈസ്ഡ് ടീം ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലുള്ള മയക്കുമരുന്നുകൾ ഉറവിടങ്ങൾ കണ്ടെത്തി അത് പിടിക്കുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അതിനു വേണ്ടുന്ന ശക്തമായിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു ടീമാണ്. അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലും തന്നെ നാർക്കോട്ടിക് DYSPയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമും വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഓരോ പോലീസ് സ്റ്റേഷനിലും നാർക്കോട്ടിക്സിൻ്റെ ലഭ്യത തടയുന്നതിനും അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനുള്ള ടീമുകൾ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 2018 മാത്രം നമ്മൾ ഏകദേശം 8627 കേസുകൾ ഇതിൻ്റെ കേരളത്തിലെടുത്തിട്ടുണ്ട്. അതിൽ ഏകദേശം 1620ഓളം കിലോ കഞ്ചാവ് മാത്രം തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ എണ്ണം 2019 ആയപ്പോഴേക്കും അത് കേസുകളുടെ എണ്ണം 9000-ൽ കൂടുതൽ കടക്കുകയും 2000-ൽ പരം kg കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് ഹാഷിഷ്, ബ്രൗൺ ഷുഗർ, MDMA എന്നിങ്ങനെ തുടങ്ങിയിരിക്കുന്ന പുതിയതും പഴയതുമായ ജനറേഷനിൽപ്പെട്ടിരിക്കുന്ന ഡ്രഗ്സിൻ്റെ സീസർ നമ്മൾ നടത്തിയിരിക്കുന്നു. പക്ഷേ ഇത് ഇത്രയും പിടിച്ചതുകൊണ്ട് മാത്രം, ഇതുകൂടാതെയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ സമർത്ഥമായ ഇടപെടലുകളിലൂടെ നിരവധി കേസുകൾ പിടിച്ചിട്ടുണ്ട്.
ഈ കേസുകളുടെ എണ്ണം പിടിച്ചതുകൊണ്ട്, അത്രയും കേസുകളുടെ എണ്ണം പിടിച്ചതുകൊണ്ടോ ഇത്രയും കുറ്റവാളികളെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ ലഭ്യത കംപ്ലീറ്റ് അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു കാരണം ഈ മയക്കുമരുന്നിൻ്റെ ലഭ്യത ഉണ്ടാകണമെങ്കിൽ അതിനൊരു ഡിമാൻഡ് സൈഡ് കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഉപയോഗം ഉള്ള, അതിനോടുള്ള ഒരു ആസക്തിയുള്ള ഒരു സമൂഹവും ഉണ്ടാവും. പലപ്പോഴും തന്നെ നമ്മൾ ഈ ഡ്രഗിൻ്റെ പെഡ്ലേഴ്സിനോടും അവരുടെ പല ഇൻ്റർസെപ്ഷനിലൂടെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു വളരെ ആസക്തി കൂടി വരുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലില്ലേ എന്ന് നമുക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ യുവജനങ്ങളുടെയൊക്കെ മനോബലം, മെൻ്റൽ ഹെൽത്ത് താരതമ്യേന കുറഞ്ഞു വരുന്നത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള ലഹരിയോടുള്ള ആസക്തി കൂടി വരുന്നതെന്ന് നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടുന്ന ഒരവസരമാണ്. ഇവിടെ പലപ്പോഴും തന്നെ പല അച്ഛനമ്മമാരും ഞങ്ങളെ സമീപിക്കുന്ന, അവിടെ നടത്തുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നൊരു പ്രോഗ്രാമിലൂടെ ഒരുപാട് ഇൻ്റർവെൻഷൻസ് നടത്തുന്ന സമയത്ത് ഒരുപാട് അച്ഛനമ്മമാർ ഞങ്ങളോട് വിളിച്ചു പറയുന്നത് മക്കളെ കൊണ്ടുള്ള ദുരന്തം, ആ ദുരന്തത്തെക്കുറിച്ചിട്ട് അവരുണ്ടാക്കി വരുന്ന പ്രയാസങ്ങൾ, മരുന്ന് ദുരുപയോഗത്തിൽ നിന്നുണ്ടാക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്തെ എറണാകുളത്തെ ഒരു അച്ഛൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം പട്ടാളത്തിൽ ബോർഡറുകളിൽ രാജ്യത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയും അത് കഴിഞ്ഞിട്ട് സ്വസ്ഥ ജീവിതം നയിക്കുന്നതിന് വേണ്ടി റിട്ടയർ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അപ്പോഴേക്കും പ്രായപൂർത്തിയായിരിക്കുന്ന മകനാണ്. അവൻ വഴിതെറ്റിപ്പോയി മയക്കുമരുന്നിനടിമയായി. അവനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. ഒരുപക്ഷെ ഈ ആർക്കും സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇയാൾ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അച്ഛൻ അയാളെ കൊല്ലുകയും ആ മകനെ കൊല്ലുകയും അങ്ങനെ പിന്നീട് അയാൾ സ്വയം ആത്മഹത്യ ചെയ്യും. ആത്മഹത്യക്കുറിപ്പിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്, ഇങ്ങനെ ഒരു മകൻ ഈ നാട്ടിൽ ഉണ്ടാകുന്നത് രാജ്യത്തിന് തന്നെ ഒരു വലിയ അപകടമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവനില്ലാത്തൊരു ലോകത്ത് ഞാൻ ഇനി ജീവിച്ചിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു വെച്ചിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ ഇത്തരം കഥകൾ പറയാനുണ്ട് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ദുരുപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗത്തിൻ്റെ ലഭ്യതയും ആളുകളെ പല രീതിയിലേക്ക്, കുട്ടികളെയും യുവജനങ്ങളെയും മറ്റുള്ളവരെയും മറ്റ് മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതിനൊക്കെ ആയിട്ട് കേരള പോലീസ് നിരവധി ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിലാണ് വളരെ ഏറെ പ്രശംസനീയമായിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യശ്രദ്ധ ഏറ്റുപിടിച്ചിരിക്കുന്ന സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്, അതിലിടപെട്ടിരിക്കുന്ന കുട്ടികൾ വളരെ സജീവമായിരിക്കുന്ന പല പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് കായികവും മാനസികവുമായിരിക്കുന്ന വളർച്ചയ്ക്ക് ഉദയിക്കുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സയൻറ്റിഫിക് ഒരു രീതിയിൽ ഈ പ്രശ്നത്തെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇപ്പോൾ വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേരള പോലീസ് തുടങ്ങി വെച്ച് വിമൻ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന പ്രോഗ്രാം ഏർലി ഐഡൻറ്റിഫിക്കേഷൻ കറക്ഷൻ ആൻഡ് റീഇൻറ്റഗ്രേറ്റ് ടു ദ മെയിൻ സ്ട്രീം എന്നുള്ള രീതിയിൽ ഒരു പറ്റം മെൻ്റൽ ഹെൽത്ത് എക്സ്പെർട്ടിൻ്റെയും സോഷ്യൽ ആക്ടിവിസ്റ്റിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി വളരെ ശാസ്ത്രീയമായിരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കി വരുന്നു. പിന്നീടാണ് നമ്മൾ എല്ലാ സ്കൂളുകളുടെയും പരിസരത്ത് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് സ്കൂളിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ ചുറ്റുവട്ടത്തിരിക്കുന്ന അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്കൂൾ അധ്യാപകരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എക്സൈസുകാരെയും കച്ചവടക്കാരുടെയും അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയൊക്കെ സഹകരണത്തോട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷനുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതകൾ തടയാൻ വേണ്ടിയിട്ട് SSLC +2 പരീക്ഷകളിൽ പരാജയപ്പെടുകയോ ഡ്രോപ്പ് ഔട്ടായി പോവുകയോ ചെയ്യുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കിയിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ ചെയ്യുമ്പോഴും ഇപ്പോഴും ഒരുപാട് കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു പരിധിവരെ ഇത്തരം ഇടപെടലുകളുകൊണ്ട് ഒരു വലിയ വിനാശത്തെ നമുക്ക് തടയാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള ലഭ്യതയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ദുരുപയോഗം നടക്കുന്നുണ്ടെന്നൊരു പരമമായ സത്യമാണ്. ഒരു കൂട്ടായ്മ, ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന, നമ്മളെ സമൂഹത്തിലെ നമ്മളെ സഹജീവികളെ സ്നേഹിക്കുന്ന എല്ലാവരും കൂടിയുള്ള ഒരു പുത്തൻ കൂട്ടായ്മ ഇതിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെ എല്ലാ പല ഡിപ്പാർട്ട്മെൻറ്റുകളും തന്നെ ഇതിലും പല വിങ്ങുകൾ ഇതിനുണ്ട്. സ്കൂളുകളുടെ ഇതിന് പ്രവർത്തിക്കാൻ പറ്റും, എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, പോലീസ് ഉണ്ട്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അകത്ത് തന്നെയുള്ള വിവിധ വകുപ്പുകളുടെ കൂട്ടായിരിക്കുന്ന പ്രവർത്തനവും ഗവൺമെൻറ്റിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്ന നിരവധി NGOസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സിവിൽ സൊസൈറ്റിയിലെ റെസ്പോൺസിബിൾ മെമ്പേഴ്സിൻ്റെ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൂട്ടായിരിക്കുന്ന ഒരു മുന്നേറ്റം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, ഒരു മയക്കുമരുന്നിന് അടിമപ്പെടുന്ന ഒരാളെ 2 രീതിയിലുള്ള ഒരു ശ്രദ്ധ നമ്മളുണ്ടാണ്. ഒന്ന്, ഇത്തരത്തിലേക്ക് വഴിതെറ്റിപ്പോകുന്നതിനുള്ള സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ കുട്ടികളെയും യങ്സ്റ്റേഴ്സിനെയും മറ്റുള്ളവരെയും
ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയത്തിലേക്കും ജീവിതം തന്നെ ഒരു അഡിക്ഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിവിധ അവരെ വഴി തിരിച്ചുവിടുക എന്നുള്ളതാണ്. വഴി തിരിച്ചുവിടുമ്പോൾ അത് സ്പോർട്സിനെ പ്രൊമോഷനാക്കാം, അതിൽ തന്നെ ആർട്സിനെയോ അല്ലെങ്കിൽ വായനയോ ഒക്കെ നമ്മൾ അതിലേക്കൊക്കെ ഡൈവേർട്ട് ചെയ്യുന്ന, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യെസ് ടു ഫുട്ബോൾ നോട്ട് ടു ഡ്രഗ്സ് എന്നും യെസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിരവധി ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. ഇതിവിടുത്തെ സന്നദ്ധ സംഘടനകളും മറ്റും ഏറ്റെടുത്ത് നടത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെയാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത് അവനവൻ മാത്രം സെൻറ്റേർഡ് അല്ല എന്നും നമുക്ക് കിട്ടിയിരിക്കുന്നൊരു ജീവിതം മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്രദമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെങ്ങനെ നമ്മളെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താമെന്നൊക്കെയുള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത കൂടി കുട്ടികളിലേക്കും ആളുകളിലേക്കും വരികയാണെങ്കിൽ ഈ ജീവിതം തന്നെയാണ് ഏറ്റവും നല്ല ലഹരി എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും. ആ ഒരു ബോധം ജീവിതം തന്നെ ഒരിക്കലും ആസക്തി തീരാത്തതായിരിക്കുന്ന ഒരു അവസരങ്ങൾ നൽകുന്നതാണ് ഈ ഒരു ജീവിതം എന്നുള്ള ഒരു ലഹരിയെ കുറിച്ചിട്ട് നമുക്ക് ആളുകളിലേക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിനൊരു പുതിയ കൂട്ടായ്മ ഓരോരുത്തരും തന്നെ ചെയ്യുന്നത് നമ്മളെ സഹജീവികളോടും നമ്മുടെ സമൂഹത്തോടും നമ്മളെ രാജ്യത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു സേവനമായിരിക്കും. അതിലെല്ലാവരും പങ്കാളികളാകണം എന്ന് ഒരിക്കൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യം ലോകത്തെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്. കാരണം ബാക്കി ഏത് കുറ്റകൃത്യത്തിനും കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, അയാളുടേതായിട്ടൊരു കാരണമുണ്ട്. പക്ഷേ ഈ ഒരു കുറ്റകൃത്യത്തിന് മാത്രം അയാൾക്കൊരു ഗ്രീഡ് മാത്രമാണ് അയാളുടെ കാരണം. ഇതിൻ്റെ വിക്ടിം എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമല്ല, ഒരു കുടുംബമാവാം, സമൂഹം മൊത്തത്തിൽ. അതുകൊണ്ട് ഒരുപക്ഷെ ഏറ്റവും ഹീനമായ കുറ്റകൃത്യമാണ് ഇത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഇതിനെ വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് കൊണ്ട് ഇതിനെ നേരിടുകയും ഇത്തരം വകുപ്പുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത്രയും ഗൗരവകരമായ ഒരു കുറ്റകൃത്യമായിട്ടും ഏറ്റവും കൂടുതൽ മോശമായ അനുഭവം സമൂഹത്തിന് മൊത്തത്തിലുണ്ടാകുന്ന ഒരു കുറ്റകൃത്യമായിട്ടും എന്തുകൊണ്ട് കേസുകൾ വെറുതെ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ അന്വേഷണത്തിലെ പാളിച്ചകൾ എന്തുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് വളരെ ഇതെൻ്റെ ഒരു ക്ലാസ് ഒന്നുമല്ല, എൻ്റെ ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള ഒബ്സർവേഷൻ മാത്രമാണ്. കാരണം വിജയകഥകൾ പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും, പക്ഷെ നമ്മൾ ഫെയിൽവർ ഈസ് ഓർഫൻ എന്ന് പറയും, പരാജയം അനാഥനാണ്. അപ്പോൾ അതുകൊണ്ട് അനാഥനെ നമുക്ക് പ്രാവശ്യം വരും. പ്രധാനമായും ഇതിൽ ഒരു എന്തുകൊണ്ട് ഈ കേസുകൾ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ എൻ്റെ ഒരു തോന്നൽ, അത് എൻ്റെ മാത്രം ഒരു ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷൻസ് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഈ 302 IPCയിലെ ഒരു ചെറിയ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിലേക്കും ഒരു പരിവർത്തനത്തിലേക്കും ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം പണ്ട്, അതായത് ഒരു 50-60 കാലയളവുകളിൽ നിങ്ങളെ വിധികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റിംഗ് ഓഫ് പ്ലേസ് ഓഫ് ഒക്കറൻസ്, അല്ലെങ്കിൽ കൃത്യസ്ഥലത്തെ രക്തമെടുത്തില്ല, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കേസുകൾ വെറുതെ വിട്ടു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഷിഫ്റ്റിംഗ് ഓഫ് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ വലിയ കിലോമീറ്ററുകൾ മാറിയെന്നല്ല, മാസറി കാണിച്ചിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും ഒരു 5-6 സെന്റിമീറ്ററോ അല്ലെങ്കിൽ ഒരു മീറ്ററോ മാറിയതിന് പോലും കേസുകൾ വെറുതെ വിട്ടുപോകും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അക്കാലയളവിൽ കൊലപാതകത്തിനുള്ള ഏറ്റവും പ്രധാനമായ ശിക്ഷ എന്ന് പറയുന്നത് ഡെത്ത് പെനാൽറ്റി തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി മാത്രമായിരുന്നു. അതല്ലാതെ കൊടുക്കണമെങ്കിൽ സ്പെഷ്യൽ റീസൺസ് കൊടുക്കണം. അപ്പോൾ ഈ സാഹചര്യത്തിൽ കോടതികൾ ഒരാളെ ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ, ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കുമ്പോൾ അയാളുടെ ജീവനാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള സ്ക്രൂട്ടണി വേണ്ടിയുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വെറുതെ വിടാനുള്ളൊരു കാരണങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് തോന്നാത്ത പല കാര്യങ്ങളും അന്നത്തെ കാലത്ത് വെറുതെ വിടാൻ കാരണമായത് ആ സ്ട്രിഞ്ചൻസി ഓഫ് പണിഷ്മെന്റ് ആയിരുന്നു. ഇവിടെ NDPS ആക്ടിലും സംഭവിച്ചിരിക്കുന്ന ഒരു സംഗതി, NDPS ആക്ടിലെ പ്രൊവിഷൻസിന്റെ സ്ട്രിഞ്ചൻസിയും റിവേഴ്സ് ബർഡൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് കുറ്റകൃത്യം ചെയ്യുന്നതിന് റിവേഴ്സ് ബർഡൻ എന്ന് പറയുന്നത്, അതായത് സാധാരണ കുറ്റകൃത്യങ്ങളിൽ കുറ്റകൃത്യം ചെയ്തത് തെളിയിക്കേണ്ട പ്രോസിക്യൂഷന്റെ ബാധ്യതയാണെങ്കിൽ ബേസിക് ഫാക്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം ചെയ്തില്ല എന്നുള്ളതോ അല്ലെങ്കിൽ കൾപ്പബിൾ മെന്റൽ സ്റ്റേറ്റ് അല്ലായിരുന്നു എന്ന് കാണിക്കേണ്ടത് പ്രതിയുടെ ബാധ്യതയാണ് എന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കേണ്ടി വരുന്നു എന്ന ഒരു തോന്നൽ കോടതികൾക്കും ഉണ്ടാവുകയും അതിന്റെ ഫലമായി
കോടതികൾ വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ ശ്രദ്ധ ചെലുത്തുകയും അത് വെറുതെ വിടാം. ഇപ്പം ഈ വെറുതെ വിടുന്ന കേസുകൾ മുഴുവൻ പ്രതികൾ കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല വെറുതെ വിടുന്നത്, അതിന് അതിൻ്റേതായിട്ടുള്ള ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ പോലും ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡിലേ ഇൻ സെൻഡിങ് ദ സാമ്പിൾ, അല്ലെങ്കിൽ ആ സീൽ ചെയ്ത രീതി, അയച്ച സാധനങ്ങൾ, ഇപ്പം ഇത്തരമുള്ള ചെറിയ കാര്യങ്ങൾ പോലും ഇത്തരത്തിലുള്ള ആ ഒരു സ്ട്രിഞ്ചൻസി കൊണ്ട് വെറുതെ വിടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് പലപ്പോഴും പ്രായോഗികമായിട്ട് ചെറിയ കാര്യം, ഇപ്പം നമ്മളിപ്പം ഒരു വലിയ മോളിൽ ഒരു ഇൻഫർമേഷൻ കിട്ടി, നമ്മൾ ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് ഗസറ്റ് ഓഫീസറെ വേണമെന്ന് പറയുന്നു, അവിടെ അയാളെ തടഞ്ഞു നിർത്തുന്നു, ഗസറ്റ് ഓഫീസർ വരുന്നു, അവിടെ സെർച്ച് നടത്തുന്നു, മഹസർ തയ്യാറാക്കുന്നു, സാമ്പിൾ എടുക്കുന്നു. ഈ പ്രോസസ്സ് എല്ലാം എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും, അത് കൃത്യമായി നമുക്ക് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള പ്രായോഗികമായ കാര്യങ്ങളുണ്ട്. പക്ഷേ മഹസർ എഴുതുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് എഴുതിയാലും ചിലപ്പോൾ ചില ഡീവിയേഷൻസ് ഉണ്ടാവാം. കാരണം ചില കാര്യങ്ങൾ ചെയ്തത് പോലീസ് സ്റ്റേഷനിലായിരിക്കും, പക്ഷെ നമ്മളത് കാണിക്കുന്നത് സ്ഥലത്ത് വെച്ച് തന്നെ ആയിരിക്കും. ഈ വ്യത്യാസം കോടതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ പോലും അതിന് വലിയ ഒരു ഇമ്പാക്റ്റ് ആ കേസിലുണ്ടാവും. കാരണം ശിക്ഷ അത്രയും കഠിനമാണ്. എപ്പോഴും പ്രിസംപ്റ്റീവ് ലെജിസ്ലേഷൻ, അതായത് കുറ്റകൃത്യം ചെയ്തതായ പ്രിസംപ്ഷൻ ഉള്ള ലെജിസ്ലേഷനുകൾ കോടതികൾ വിചാരണ ചെയ്യുമ്പോൾ അതിനകത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു അപ്രീസിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അതാണ് ഇത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് ആരുടെയും കുറ്റമല്ല. ഈ മാൻഡേറ്ററി പ്രൊവിഷൻസിന്റെ കംപ്ലയൻസ് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള ഡിസിഷനുകളെ സംബന്ധിച്ചുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യങ്ങൾ. ഇപ്പൊ എന്താണ് 42 അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതൊക്കെ സാഹചര്യത്തിൽ ഇത് വേണം, ഏതൊക്കെ സാഹചര്യത്തിൽ വേണ്ട. എനിക്ക് രസകരമായി തോന്നിയ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരു റൂക്കി സബ് ഇൻസ്പെക്ടർ ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു നാർക്കോട്ടിക് ഡ്രഗ് കേസ് പിടിച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഓക്കെ സാറേ, ഒരു കേസ് പിടിച്ചിട്ടുണ്ട്, നാർക്കോട്ടിക് ഡ്രഗ് പിടിച്ചിട്ടുണ്ട്, കഞ്ചാവാണ്, 15 കിലോ കിട്ടിയിട്ടുണ്ട്, ഞാനെ പിടിച്ചോടെ നിർത്തിയിരിക്കുക, എന്താ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം, അത് 42 കംപ്ലൈ ചെയ്യണം, 50 കംപ്ലൈ ചെയ്യണം, 57 കംപ്ലൈ ചെയ്യണം, സീലിംഗ് എങ്ങനെ വേണം എന്നുള്ള എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ പെട്ടെന്ന് ഒരു പോസ് ഉണ്ടായി, ഒരു നിശബ്ദത ഉണ്ടായി. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട, ഞാനൊരു 2 ലിറ്റർ ചാരായം വെച്ചവനെയും കൊടുത്തേക്കാന്ന് പറഞ്ഞു. കാരണം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം കംപ്ലയൻസ്, ഈ പറഞ്ഞ സാധനങ്ങളുടെ എല്ലാം കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ആ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പോൾ എന്തായാലും കുറ്റകൃത്യം പിടിച്ച് അതോടെ പൊക്കോട്ടെ, എനിക്ക് കഞ്ചാവം കളഞ്ഞേക്കാം, ഈ സ്റ്റേഷനിലിരിക്കുന്ന ഇച്ചിരി ചാരായം വെച്ചിട്ട് അവനെ എഴുതി കൊടുത്തേക്കാം എന്ന് പറഞ്ഞ ഒരു പ്രായോഗിക തലത്തിലേക്ക് മാറി. ശരിയാണെന്നല്ല പറഞ്ഞത്. ഇത് എന്താണ് ഇതിൻ്റെ മാൻഡേറ്ററി പ്രൊസീജിയേഴ്സ് എന്നും അതിൻ്റെ കംപ്ലയൻസ് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കും ചിലപ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുപോലെ ഇതിനകത്തെ പ്രൊവിഷൻസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണം 67 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് പ്രകാരം കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാമോ, പോലീസിന് റെക്കോർഡ് ചെയ്യാമോ, അതല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും റെക്കോർഡ് ചെയ്യാമോ, ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പം നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല. പക്ഷേ പലപ്പോഴും വിധികളെ അനുസരിച്ച് നമ്മൾ കേസുകൾ അന്വേഷിക്കുന്നതിന് പകരം നിയമത്തിന്റെ വഴിയെ സഞ്ചരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉദാഹരണം. നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ 50 വേണ്ട, അല്ലെങ്കിൽ 42 വേണ്ട എന്നൊരു വിധി ഉണ്ടാവാം. പക്ഷെ ആ വിധിയിലേക്ക് പോകാതെ സ്ട്രിക്റ്റ് കംപ്ലയൻസ്, അതായത് സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് പോരാ, സ്ട്രിക്റ്റ് കംപ്ലയൻസ് വേണം എന്നൊരു നിലപാട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്തൊരു സംശയം ചോദിക്കുകയാണ്, ഒരു വനിതയെ സെർച്ച് ചെയ്യുമ്പോൾ വേണ്ടുന്ന ഗസറ്റഡ് ഓഫീസർ വനിതയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. കാരണം ഫീമെയിൽ ഷുഡ് സെർച്ച് എന്ന് സെക്ഷൻ 50 പറയുന്നുണ്ട്. പക്ഷേ അത് 50-ലെ ഗസറ്റഡ് ഓഫീസറെ ഉദ്ദേശിച്ചാണോ അല്ലയോ എന്ന് എനിക്ക് വ്യക്തമായി ഒരു ഉത്തരം പറയാനില്ല. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു ഫീമെയിൽ ഓഫീസർ സെർച്ച് ചെയ്യണം. ഫീമെയിൽ ഓഫീസർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചില്ല, ഫീമെയിൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ചില കോടതികൾക്ക് ഒരു ധാരണ, അല്ലെങ്കിൽ ചില അഭിഭാഷകർക്ക് ധാരണ, ചില പ്രോസിക്യൂട്ടർമാർക്ക് ധാരണ 50 അനുസരിച്ച് സെർച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെയാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഗസറ്റ് ഓഫീസറും സ്ത്രീ ആയിരിക്കണം എന്നൊരു വാദം ഉന്നയിക്കപ്പെടുന്നു. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മോഹൻരാജിന്റെ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ വേറെ ആരുടെ അഭിപ്രായത്തിനോ യാതൊരു വിലയില്ല. അത് ഏതെങ്കിലും ഒരു കാലത്ത് സുപ്രീം കോടതി ഒരു
വിധി ഉണ്ടാകുന്നിടം വരെ അത് അങ്ങനെ നിലനിൽക്കും. എന്നാൽ ഇപ്പോൾ ഒരു സ്ത്രീയെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ അല്ല, ഗസറ്റ് ഓഫീസർ ഉണ്ട്, സ്ത്രീയെ ഗസറ്റ് ഓഫീസർ അവൈലബിൾ അല്ല എന്ന് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയമായിട്ട് എന്നോട് ചോദിച്ചാൽ എനിക്ക് അപ്പം ഒരുപക്ഷെ സുനീഷിന് പറയാൻ കഴിഞ്ഞേക്കും. നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ചെയ്തത് കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാരണം. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആ സെക്ഷൻ 50 വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു സ്ത്രീയാണെങ്കിലും സെർച്ച് ചെയ്യുന്ന ഓഫീസർ അല്ല ഗസറ്റ് ഓഫീസർ. പലപ്പോഴും ഗസറ്റ് ഓഫീസറാണ് സെർച്ച് ചെയ്യുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല, ഗസറ്റ് ഓഫീസറുടെ പ്രസൻസിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ സെക്ഷൻ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു സ്ത്രീയെ പരിശോധിക്കുന്നത് ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ്. എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സ്ത്രീ ഓഫീസർ എന്ന് പോലും പറയുന്നില്ല, സ്ത്രീ എന്ന് മാത്രമേ പറയുന്നു. ഈ സാഹചര്യങ്ങളിൽ ആണ് ഇതിൻ്റെ ഇത്. പക്ഷേ വേറൊരു സംഗതി, പലപ്പോഴും ഒരു വിധി കോൺട്രഡിക്ടറി ആയിട്ട് വേറൊരു വിധി വരും. അപ്പം ഇതിലേത് ഫോളോ ചെയ്യണം എന്ന് ചോദിച്ചാലും നമുക്ക് ഉത്തരങ്ങളില്ല. പക്ഷെ അതുകൊണ്ട് സബ്സ്റ്റാൻഷ്യൽ കംപ്ലയൻസ് എന്ന് പറയുന്ന സാധനം അതിലേക്ക് തന്നെ മടങ്ങി വരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. 3, ഞാൻ എൻ്റെ വളരെ ചുരുക്കത്തിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ വൈ ഫെയിലുവേഴ്സ് എന്നുള്ളത് മാത്രം പറയുകയാണ്. 3, സയൻറ്റിഫിക് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ വളർന്നത് അന്വേഷണത്തിന് ഉപയോഗമാണോ അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണോ എന്നുള്ളൊരു ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു ക്യാമറകളുടെ ലോകത്താണ്. പലപ്പോഴും ഈ പറയുന്നത് പോലെ ഒരു റിക്കവറി എന്ന് പറയുന്നത് ഫുൾ പ്രൂഫായിട്ട് നടന്നതുപോലെ എഴുതുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു CCTV ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് നിന്നും പിടിച്ച പ്രതിയെ കാവനാട് വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ കേസ് മൊത്തത്തിൽ പോവുകയാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സീഷൻ. ഉദാഹരണമായിട്ട് കൊല്ലംകാർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഒരുത്തൻ കഞ്ചാവുമായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നുണ്ട്. ഇത് ഞാൻ നടത്തിയ ഒരു കേസിൻ്റെ തന്നെ ഫാക്ട് പറയുകയാണ്. അവർക്ക് ഓവർ എന്തൂസിയാസം കൊണ്ട് അവർ കൊല്ലത്തെത്തുന്നതിന് മുമ്പ് അവനെ ഫോളോ ചെയ്യണം. അങ്ങനെ നേരെ ട്രെയിനിൽ പോയി കോട്ടയത്ത് തന്നെ പിടിച്ചു. കോട്ടയത്ത് വെച്ച് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് FIR ഇട്ടു. FIR ഇട്ടിട്ട് പ്രതികൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ ഫോണിൻ്റെ CDR ഹാജരാക്കി. CDR ഹാജരാക്കിയപ്പോൾ ഈ സമയമെല്ലാം തെറ്റി. ഈ മാസ്റ്റർ വിവരിക്കുന്ന സമയം കഴിഞ്ഞ് പിന്നെയും 3 മണിക്കൂറുടെ മൊബൈൽ ഫോൺ വർക്കിംഗ്, ആ മൊബൈൽ ഫോൺ സീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഈ സയൻറ്റിഫിക് എവിഡൻസ് ഗുണകരമാകും എന്ന് വിചാരിക്കുന്ന സയൻറ്റിഫിക് എവിഡൻസ് പലപ്പോഴും നമുക്ക് എതിരായി മാറാം. അതുപോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു മോളിൽ വെച്ച് നടക്കുന്ന ഒരു സീഷറിൽ എത്രത്തോളം ആ കംപ്ലയൻസ് പൂർണ്ണമായി അവിടെ വെച്ചാൽ തന്നെ ചെയ്യാം, എത്ര സമയമെടുക്കും, എത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഇത് ചെയ്യണം, അതിൻ്റെ പ്രായോഗികത മിക്കവാറും ഹ്യൂമൻലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അവിടെ വെച്ച് ചെയ്താൽ. പക്ഷേ ഇതിനൊന്നും ഒരുപക്ഷെ അവിടെയുള്ള ഒരു CCTV ക്യാമറയിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ എടുത്ത ഒരു സാധനത്തിൽ വ്യത്യസ്തമായി കാണും. ഇത് ഈ കേസുകൾ വെറുതെ വിടുന്നത് ഒരിക്കലും നാർക്കോട്ടിക്കൊക്കെ പിടിക്കാത്തത് കൊണ്ടോ അവർ പ്രതികളെ കുറ്റം ചെയ്യാത്തത് കൊണ്ടോ അല്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഈ പറയുന്ന മാൻഡറ്ററി പ്രൊവിഷൻസിന്റെ ചെറിയ വയലേഷൻസോ അല്ലെങ്കിൽ ഡീവിയേഷൻസ് വരുമ്പോൾ ആദ്യം പറഞ്ഞ ആ സ്ട്രിഞ്ചൻസി ഓഫ് പ്രൊവിഷൻസ് എന്നുള്ള കാര്യത്തിലുള്ള ഒരു ഇത് വരും. ഇത് വരുമ്പോഴത്തേക്ക് മാൻഡറ്ററി പ്രൊവിഷൻസ് വരും, അല്ലെങ്കിൽ പറയുന്ന സബ്സ്റ്റാൻഷ്യൽ ഡിഫറൻസ് വരും. ഉദാഹരണമായിട്ട് നമ്മൾ പലപ്പോഴും ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണ്. അബ്കാരി കേസ് പിടിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നേരിൽ പിടിക്കാൻ പറ്റത്തില്ല, കാര്യം എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ട് വിൽപ്പനയൊക്കെ നടത്തുകയായിരിക്കും. പക്ഷേ നമ്മൾ മാസ്റ്റർ എഴുതുന്ന എത്രയോ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കേസുകളിലെല്ലാം ഒറ്റ ഫാക്റ്റാണ്, ഇത്ര മണിക്ക് ഞാനും ഇന്ന ആളുകൾ കൂടെ ലാൻഡ് ഓർഡർ പെട്രോൾ ഡ്യൂട്ടി ചെയ്തു വരവേ എനിക്കെതിരെ ഒരാൾ ഒരു കന്നാസമായി വരുന്നതിനെ കണ്ട് തടഞ്ഞു നിർത്തി വിളിച്ചും മണക്കും നോക്കിയതിൽ ഇത് ചാരായമാണെന്ന് മനസ്സിലായി ചെയ്തിരിക്കുന്നു. ഈ ഒരു ഫോർമാറ്റിലാണ് എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം അതിൻ്റെ കേസ് തുടർന്ന ചാരായത്തിൻ്റെ ആ പ്രൈം ടൈമിൽ കേസുകൾ എഴുതിക്കൊണ്ടിരുന്നത്. കാരണം അക്യൂസ്ഡിന് ഈ കോൺട്രാബാൻഡുമായിട്ടുള്ള ഒരു ബന്ധം കാണിക്കുന്നതിന് വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. പക്ഷേ അത് സ്റ്റീരിയോ ടൈപ്പ് ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായ ഒരു സംശയം വരും. എൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജഡ്ജി ചോദിച്ചു, മോഹൻലാലിൻ്റെ നാടെവിടെ? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്. അവിടെ നിങ്ങൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും എതിരെ കന്നാസുമായിട്ട് ഇങ്ങനെ വരുമോ? ഞാൻ പറഞ്ഞില്ല. പക്ഷേ എക്സൈസുകാർ പോകുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്.
ഇത് പറയുന്നത് എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ ദുരുദ്ദേശത്തോടുകൂടി ചെയ്യുന്നതല്ല. ചാരായ കച്ചവടക്കാരെ തന്നെയാണ് പിടിക്കുന്നത്. പക്ഷെ പിടിക്കുമ്പോൾ അവർ ചാരായ മറ്റൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് വിൽപ്പന നടത്തുന്നതെങ്കിലും ആ ലിങ്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയും. അത് വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെടുക, ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മുടെ പലപ്പോഴും റിയാലിറ്റിയിൽ നിന്നും മാറി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിൻ്റെ അടുത്ത പ്രശ്നം. ഇനി ഈ നാർക്കോട്ടിക് ഡ്രഗ് ഈ അന്വേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൻ്റെ സീലിങ്, സാമ്പിളിങ്, അത് കോടതിയിലേക്ക് അയക്കുന്നത്, പിന്നെ പരിശോധന നടത്തുന്നത്, ഇത്തരം കാര്യങ്ങളിലുള്ള സംഗതികളും വരുന്നുണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ ഈ ഡിലേഡ് എക്സാമിനേഷനിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അതല്ലെങ്കിൽ ആ ബോണഫൈഡ് ആക്ഷനുകൾ പലപ്പോഴും ചില കേസുകളിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഗതി, പിടിച്ച സാധനം പരിശോധനയ്ക്ക് പോയപ്പോഴത്തേക്ക് അത് നാർക്കോട്ടിക് ഡ്രഗ് അല്ല, ന്യൂട്രൽ സബ്സ്റ്റൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ വെറുതെ വിട്ട് കഴിയുമ്പോഴത്തേക്ക്, പക്ഷെ അതിന് നമുക്കിപ്പോൾ മാർഗങ്ങളില്ല. ടെസ്റ്റ് കിറ്റുകളുണ്ട്, അത് വെച്ച് പരിശോധിച്ചിട്ട് അയച്ച സാധനങ്ങൾ പോലും പിന്നീടുള്ള പരിശോധനയിൽ നാർക്കോട്ടിക് ഡ്രഗ് അല്ല എന്ന് കാണാനിട വന്നിട്ടില്ല. ഇത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ഇതെന്താ ആവശ്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മാനുസ്ക്രിപ്റ്റ് ഫാക്കറ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാവ്ലോ കൊയ്ലോയുടെ കമ്പയർ ചെയ്തൊരു പുസ്തകമുണ്ട്. അതിനകത്ത് എന്താണ് അറിവ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ചയുണ്ട്. ആ അറിവ് എന്ന് പറയുന്നത് ജീവിതത്തിനെയോ മരണത്തിനെയോ കുറിച്ചുള്ള ഒരു യഥാർത്ഥ സത്യമല്ല. ഓരോ ദിവസവും ജീവിതം എങ്ങനെ കടന്നു പോകണം എന്നുള്ളതും ജീവിതത്തിലെ പ്രശ്നങ്ങളെ കൺഫ്രണ്ട് ചെയ്യുന്നതിനുമുള്ള നമ്മളുടെ അറിവിനെ മാത്രമാണ് അറിവ് എന്നുള്ളത്. അതുകൊണ്ട് നാർക്കോട്ടിക് ഡ്രഗിലെ എല്ലാ സെക്ഷനുകളും കാണാതെ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നുവരെയുള്ള വിധികൾ നമ്മൾ മുഴുവൻ പറഞ്ഞിരുന്നിട്ടോ കാര്യമില്ല. ഇതിൻ്റെ ഒരു സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷന് എന്താണോ ഉപകാരപ്പെടുന്നത് അത് പ്രായോഗികമായി മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു ചെറിയ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു ലോറി നിറയെ കഞ്ചാവിൻ്റെ ഇലകളും മറ്റേ ചെടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ആയിട്ട് ഒരു ലോറി വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ തടഞ്ഞു നിർത്തി പിടിച്ച് കേസെടുക്കുകയാണെങ്കിൽ എന്ത് കേസാണ് എടുക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് രണ്ട് അഭിപ്രായം വരാം. പക്ഷേ ഗഞ്ച എന്ന് പറയുന്ന സാധനത്തിന് NDPS ആക്ട് ഡിഫൈൻ ചെയ്യുന്നത് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്പ് മാത്രമാണ്. ഇല എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകമായിട്ട് അതുകൊണ്ട് തന്നെയാണ്. ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് ടോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അത് NDPS ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഒരു നാർക്കോട്ടിക് ഡ്രഗ് അല്ല. അങ്ങനെ ഒരു സാധനം പിടിക്കുകയാണെങ്കിൽ പിന്നീട് എന്താണ് കുറ്റകൃത്യം? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ട്. കാരണം കേരളത്തിൽ നാർക്കോട്ടിക് ഡ്രഗ് വരാത്ത എല്ലാ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സും കേരള അബ്കാരി ആക്ട് പ്രകാരം അത് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ NDPS ആക്ട് കേരള അബ്കാരി ആക്ടിനകത്ത് അതിനകത്ത് പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ആക്ടിൽ ഈ ഗഞ്ചാവിൻ്റെ ഇതിൽ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ വരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അഭിപ്രായം എന്ന് പറയുന്നത് ഈ സ്ട്രിഞ്ചൻസി മാൻഡറ്ററി സ്ട്രിഞ്ചൻസി ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലുമുള്ള ഡീവിയേഷൻ ശ്രദ്ധിക്കപ്പെടുമെന്നും അതിൻ്റെ വയലേഷൻസിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, മാൻഡറ്ററി പ്രൊവിഷൻസ് വയലേഷൻസ് അത് അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ വരുന്ന വയലേഷൻ. മൂന്നാമത്തത് ഈ സയന്റിഫിക് ടെക്നിക്സ് വരുന്നത് പലപ്പോഴും ഗുണകരമാവുന്നതിനേക്കാളും ദോഷകരമായി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ CCTV, CDR തുടങ്ങിയ സാധനങ്ങളും കാണുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ ഫെയിലുവേഴ്സിന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ രണ്ട് മാന്യ വ്യക്തികൾ സംസാരിച്ചു കഴിഞ്ഞു. അവരാണ് നമ്മുടെ കേരള പോലീസിൽ നിയമപരമായ കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ പ്രതിഫലേച്ച കൂടാതെ സഹായിക്കുന്ന രണ്ടുപേരാണ് സംസാരിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ പോലീസിൽ NDPS ആക്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ നിലനിൽപ്പുണ്ട്. ആ സംശയങ്ങൾ നമുക്ക് മാത്രമല്ല, കോടതികളിൽ ഈവൻ നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ പോലും സംശയം വന്നിട്ട് പല കേസുകളിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ 67-ൻ്റെ കാര്യത്തിലും സാമ്പിളിങ്ങിൻ്റെ കാര്യത്തിലും ഒക്കെ ഇപ്പോഴും റെഫറൻസ് നടത്തിയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പോലീസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇപ്പം ഉദാഹരണത്തിന് നമുക്കൊരു വിവരം കിട്ടിയാൽ അത് എഴുതിയെടുക്കണം. അപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എക്സൈസുകാരോ അല്ലെങ്കിൽ മറ്റ്
ഫോറസ്റ്റുകാരോ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ ഫേസ് ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ GD ബുക്കില്ല. നമ്മളിപ്പോൾ ഓൺലൈനായിട്ടാണ് ഇത് എൻട്രി ചെയ്യുന്നത്. GD എൻട്രി നടത്തുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ഓൺലൈനായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ കോപ്പി എടുക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് ഒറിജിനൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ സർവർ ഒന്ന് എടുത്തുകൊണ്ട് പോയി ഓരോ ഇൻഫർമേഷൻ കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഗഞ്ചാവ് കേസിന് സർവർ എടുത്തുകൊണ്ട് പോയി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡറി എവിഡൻസിലേക്ക് നമ്മൾ വരും. അപ്പം ഈ ഇൻഫർമേഷൻ്റെ കോപ്പി നമ്മൾ കൊടുക്കുമ്പോൾ ആ കോപ്പി എന്തായിരിക്കണം? ഇലക്ട്രോണിക് ഔട്ട്പുട്ട് ആകുമ്പോഴത്തേക്ക് 65B ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ 65B സർട്ടിഫിക്കറ്റ് ചേർത്ത് വേണം നമ്മൾ കൊടുക്കാൻ. അപ്പോൾ ഞാൻ അന്വേഷിച്ചെടുത്ത് മിക്കവാറും ഒരു സ്ഥലത്ത് അങ്ങനെ കൊടുക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡ് അല്ലേ, പുറത്തു പോകും. അപ്പോൾ പുറത്താണെങ്കിൽ നമുക്ക് ആ വിവരം എവിടെ എഴുതണം? നമ്മുടെ CI വരെയുള്ളവർ നോട്ട് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് PSI പറയുന്നത്. അപ്പോൾ ആ നോട്ട് ബുക്കിൽ എടുത്തിട്ട് അതിൻ്റെ കോപ്പി ഒരു കാർബൺ വെച്ചിട്ട് അതിൻ്റെ താഴെ കോപ്പി എടുത്തിട്ട് നമ്മൾ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഓഫീസർ കൊടുക്കും. ഇനി ഇത് രണ്ടും വേണ്ട. നേരത്തെ മോഹൻദാസ് സാർ ഒരു കഥ പറഞ്ഞു, എന്നാൽ NDPS വേണ്ട, നമുക്ക് ചാരായം വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞതുപോലെ ഇത് ചെയ്യുന്നവരുണ്ട്. അവരാണ് ചാൻസ് റിക്കവറിക്ക് പോകുന്ന ആൾക്കാർ. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നേരത്തെ നടന്നാണെങ്കിലും വിചാരണ കോടതിയിൽ ഡിഫൻസിൻ്റെ ആള് ജില്ലാ പോലീസ് മേധാവി നടത്തിയ പത്രസമ്മേളനത്തിന്റെ CD ഹാജരാക്കി. അപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് മുൻകൂർ ഇൻഫർമേഷൻ കിട്ടി. അദ്ദേഹം അത് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചാൻസ് റിക്കവറിയാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു ബുദ്ധിമുട്ടാണ്. വോയിസ് എൻ്റെ അല്ലെന്ന് പറഞ്ഞു. ഉടനെ എന്നെ കോടതി പറഞ്ഞ് വോയിസ് സാമ്പിളിങ് അയക്കാൻ പറഞ്ഞു. സാമ്പിൾ അയച്ചിരിക്കുക. ഇനി കോടതിയിൽ കളവ് പറഞ്ഞതിന് പെർജറിക്ക് ഇനി ഏതെങ്കിലും നടപടി നേരിടണമെങ്കിൽ അദ്ദേഹം നേരിടേണ്ടിയും വരും. അപ്പം അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ സാറന്മാർ പറഞ്ഞാണ്, നമ്മുടെ ഗസറ്റ് ഓഫീസർക്ക് വേണോ വേണ്ടതെന്ന് ചോദിക്കണം എന്നുള്ളത് പോയിക്കഴിഞ്ഞു. കാരണം 2018 ആരിഫ് ഖാൻ അല്ലെങ്കിൽ സാഗാ ഖാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞ വിധി വന്നപ്പോഴത്തേക്ക് ഗസറ്റ് ഓഫീസ് ഏറ്റവും അടുത്തുള്ള, അത് പ്രത്യേകിച്ചാണ് നിയറസ്റ്റ് മജിസ്ട്രേറ്റ് ഓർ ഗസറ്റ് ഓഫീസർ, അത് വേണോ വേണ്ടതെന്ന് നമ്മൾ ചോദിക്കണം. ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഓരോരുത്തരോടും പ്രത്യേകിച്ച് ചോദിക്കണം. അത് റെക്കോർഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ സംശയവും വേണ്ട. എന്ത് വേണം? ഗസറ്റ് ഓഫീസർ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഗസറ്റ് ഓഫീസർ ഇല്ലാതെ ഒരു ബോഡി സെർച്ച് നടത്താൻ പാടില്ല. അത് പബ്ലിക് പ്ലേസിലാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനും, കാരണം ഈ 42-ൽ പറയുന്ന ഉദ്യോഗസ്ഥൻ തന്നെ വേണമെന്നില്ല, ഇപ്പോൾ ഏത് ഉദ്യോഗസ്ഥനും നടത്താം. പക്ഷേ ബോഡി സെർച്ചിലേക്ക് വരുമ്പോഴത്തേക്ക് പബ്ലിക് പ്ലേസിലായാൽ പോലും ബോഡി സെർച്ചിലേക്ക് വരികയാണെങ്കിൽ അത് ഗസറ്റ് ഓഫീസർ നിർബന്ധം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് നിയറസ്റ്റ് ആയിരിക്കണം. കാരണം അവിടെ ഒരു ലൂപ്പോൾ നമുക്ക് വരാം. കാരണം അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനുണ്ടായിട്ട് നിങ്ങൾ അത് ചെയ്യാതെ വേറെ ദൂരെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അത് ബയസ്ഡാണെന്ന് പറയാം, പ്രതിപക്ഷത്തിലാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് ദൂരെയുള്ള ആളാണെങ്കിൽ ഏറ്റവും അടുത്ത് ലഭ്യമായ മേൽ വകുപ്പ് പ്രകാരം 42 പറഞ്ഞിട്ടുള്ള വകുപ്പുകളുടെ ഓഫീസർമാരായിരിക്കണം. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ CA ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു സ്റ്റേഷനിൽ രാത്രി പോയി, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസർ രാത്രി 3 മണിവരെ ഇരുന്ന് ഗഞ്ചാവ് പിടിച്ചത് സ്വന്തം കൈപ്പടയിൽ എഴുതി. പക്ഷേ ഗസറ്റ് ഓഫീസർ ആരാന്ന് ചോദിച്ചാൽ ലഭ്യമായത് കൊമേഴ്ഷ്യൽ ടാക്സിൽ, അന്നത്തെ കൊമേഴ്ഷ്യൽ ടാക്സിൽ ഇന്നത്തെ GSTയിലെ ഓഫീസറാണ്, ഗസറ്റ് ഓഫീസറാണ് കിട്ടിയത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഗസറ്റ് ഓഫീസർ ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് മെൻഷൻ ഇൻ സെക്ഷൻ 42. അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ ഈ മോഹൻദാസ് സാർ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടെ പോലീസുകാർ പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്ക് വനിതാ ഗസറ്റ് ഓഫീസർ വേണോ വേണ്ടേ? അപ്പം നമുക്കറിയാം ഇത് വിറ്റ്നസ് ചെയ്യാണ്. ഗസറ്റ് ഓഫീസർ മസ്റ്റ് വിറ്റ്നസ് ഇൻ ദി പ്രസൻസ് ഓഫ് ദി ഗസറ്റ് ഓഫീസർ ഓർ മജിസ്ട്രേറ്റ് ആണ് നമ്മൾ സെർച്ച് നടത്തുന്നത്. അപ്പം അദ്ദേഹം കാണണം. അപ്പോൾ കാണണമെങ്കിൽ എന്ത് വേണം? വിത്ത് സ്ട്രിക്ട് റിഗാർഡ് ടു ഡീസൻസിയെ സെർച്ച് നടത്താൻ പാടുള്ളൂ. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ നടത്തുന്നത് കാണാൻ പാടില്ല. അപ്പോൾ ഒരു സംശയവും വേണ്ട. പ്രാക്ടിക്കൽ ആസ്പെക്റ്റിൽ സാറ് പറഞ്ഞത് ശരിയാണ്, നിയമത്തിൽ ഇതുവരെ ഒരു വിധി വന്നിട്ടില്ല. ആ വിധി വരെ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് സംശയം തോന്നി കഴിഞ്ഞാൽ അടച്ചു ചെയ്യുക. ഒരു സ്ത്രീയുടെ ശരീരം പരിശോധിക്കുമ്പോൾ വനിതാ ഓഫീസർ വേണം. അത് വനിതാ ഗസറ്റ് ഓഫീസർ തന്നെ വേണം. കാരണം അവരുടെ സാന്നിധ്യത്തിൽ വേണം നടത്താൻ. ഇപ്പോൾ നമുക്കറിയാം എയർപോർട്ടിൽ വളരെ ഡീസൻ്റ് ആയിട്ട് ഒരു സ്ത്രീ പാസഞ്ചർ ഇറങ്ങി വന്നു, അവരുടെ സംശയമുണ്ട്, സെർച്ച് നടത്തണമെന്ന് പറഞ്ഞു. സെപ്പറേറ്റ് ഒരു മുറി കൊണ്ടുപോയി വനിത ആയിട്ടുള്ള ഒരു ഓഫീസർ തന്നെയാണ് സെർച്ച് നടത്തിയത്. അപ്പോൾ അവരുടെ ജനനേന്ദ്രിയത്തിനകത്ത് വലിയ പ്ലാസ്റ്റിക് ബാഗിൽ തിരികെ വെച്ചിരുന്ന വലിയൊരു സാധനം എടുത്തു. ഇതെല്ലാം നിങ്ങൾ കണ്ടു കാണും അല്ലേ? മിക്കവാറും വീഡിയോ എല്ലാം വന്നതാണ്. അപ്പോൾ അവിടെ അവർ പ്രത്യേകം മറയുണ്ടാക്കിയ റൂമിൽ കൊണ്ടുപോയി വനിതയാണ് സെർച്ച് നടത്തിയത്. പക്ഷേ അത് വീഡിയോ ചെയ്ത് ലോകം മുഴുവൻ കാണിച്ചു. അപ്പോൾ അത് സ്ട്രിക്ട് റിഗാർഡ് ടു ഡീസൻസി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗസറ്റ് ഓഫീസറുടെ സംശയം വേണ്ട. സംശയമുള്ള സ്ഥലത്ത് നമ്മൾ ആ ഒരു സംശയത്തിന് ചാൻസ് കൊടുക്കാതെ ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ നമുക്ക് വരുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തെളിവ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ മാപ്പ് സാക്ഷിയെ ഉണ്ടാക്കാൻ പോകും, അപ്രൂവർ എവിഡൻസ്. അപ്പോൾ സാധാരണ രീതിയിൽ അപ്രൂവർ എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊസീഡിങ്സ് തരേണ്ടത് നമുക്ക് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ ആണ്. പക്ഷേ NDPS ആക്ടിൽ അങ്ങനെ പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ NDPS ആക്ടിൽ മാപ്പ് സാക്ഷിയാക്കണമെങ്കിൽ 64ാമത്തെ വകുപ്പ് അനുസരിച്ച് മാപ്പ് സാക്ഷിയാക്കേണ്ടത് അതാത് ഗവൺമെൻറ്റാണ്. അതാത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ സാങ്ഷനും ആണ് വേണ്ടത് മാപ്പ് സാക്ഷിയാക്കാൻ. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അന്വേഷിക്കുന്നതെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് സാങ്ഷനുമാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. പിന്നെ ഞാൻ ഈ കൂടുതൽ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നില്ല. ഇതിനകത്ത് ഈ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 53 എംപവേർഡ് ഓഫീസറും 42 ഓതറൈസ്ഡ് ഓഫീസറും തമ്മിലും 41 ഓതറൈസ്ഡ് ഓഫീസറും തമ്മിലും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. 41 എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി ഒരു വിവരം കിട്ടിയാൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താണ്, ജൂറിസ്ഡിക്ഷൻ മജിസ്ട്രേറ്റിൽ നിന്ന് ഒരു വാറണ്ട് വാങ്ങി പോയി സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് 41 പറയുന്നത്. അങ്ങനെ ജൂറിസ്ഡിക്ഷൻ മജിസ്ട്രേറ്റിനെ കിട്ടുന്നില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യമായിട്ടുള്ള SP അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, ഈ 2 ഡിപ്പാർട്ട്മെന്റാണ്. നമുക്ക് കേരള സർക്കാർ 3 ഡിപ്പാർട്ട്മെന്റാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അത് 1 പോലീസ്, 2 എക്സൈസ്, 3 ഫോറസ്റ്റിലെ ഡെപ്യൂട്ടി റേഞ്ചർ ആൻഡ് അബോവ്. അപ്പം അതിൽ 41(2) പറഞ്ഞിട്ടുള്ള SPO അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറോ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ജില്ലയുടെ പുറത്ത് ഒരു 42(1) പ്രകാരം ആതറൈസ് ചെയ്തിട്ടുള്ള ഒരു ഓഫീസറുടെ പരിധിക്ക് പുറത്ത് പോയി ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കോടതിയുടെ അത് വേണം. അപ്പോൾ 41(2) പറയുന്ന ഓഫീസർ SP അല്ലെങ്കിൽ അസിസ്റ്റന്റ് എക്സൈസ് അവർ ഓതറൈസേഷൻ തരാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകിച്ച് ISHOമാരായപ്പോഴത്തേക്ക് ഒരു SI പിടിക്കും, ഡിറ്റക്ടിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആകാൻ പാടില്ല. അപ്പോൾ പിന്നെ ഈ കേസുകളെല്ലാം കൂടെ DYSPക്ക് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ഒരു സ്റ്റേഷനിലെ ഓഫീസർ ഇൻചാർജിന് അല്ലെങ്കിൽ CIക്ക് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും മോശമാണ്. കാരണം വിത്തിൻ ദ റെസ്പെക്റ്റീവ് ഏരിയ ഓഫ് ജൂറിസ്ഡിക്ഷനാണ് NDPS ആക്ടിലും അബ്കാരി ആക്ടിലും ഉള്ളത്. അപ്പോൾ ഓതറൈസ്ഡ് ഓഫീസർ അല്ല അന്വേഷിക്കുന്നെങ്കിൽ, അതായത് കോമ്പറ്റന്റ് ഓഫീസർ ആയിട്ടുള്ളവരല്ല അന്വേഷിക്കുന്നെങ്കിൽ കോഗ്നിസൻസ് എടുക്കാൻ പാടില്ല എന്നാണ്. കോടതിക്ക് വിചാരണ നടത്താൻ അത് ഫയൽ സ്വീകരിക്കാനുള്ള അധികാരം, അതായത് കോഗ്നിസൻസ് എടുക്കാനുള്ള അധികാരമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് പിടിക്കുന്നത് ISHO ആണെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ISHOയ്ക്ക് അന്വേഷിക്കാൻ, കാരണം വിത്തിൻ ദ റെസ്പെക്റ്റീവ് ഏരിയ ഓഫ് ജൂറിസ്ഡിക്ഷൻ അല്ല, ആർക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ല. അപ്പോൾ ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള ഓഫീസർ അന്വേഷിച്ച് കഴിഞ്ഞാൽ കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാനുള്ള അധികാരമില്ല. അപ്പോൾ തന്നെ അത് ഫോറേറ്റ് ഇൻവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്തോ പോവുക ആണ് പതിവ്. അപ്പോൾ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മോഹൻലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വായിച്ചു കഴിഞ്ഞാൽ റിവേഴ്സ് ബർഡൻ ഓഫ് പ്രൂഫുള്ള കേസുകളിലാണ് പറയുന്നതെങ്കിലും അവസാനം വരുമ്പോൾ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഈവൻ ഒരു മോഷണ കേസ് പിടിച്ചാലും ആ ഡിറ്റക്ടിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആകാൻ പാടില്ലെന്നാണ്. ഇത് കേരളവുമായി വളരെയേറെ ബന്ധപ്പെട്ട ഒരു ജഡ്ജ്മെൻ്റാണ് ഈ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാത്ത 51 സ്മോൾ എന്ന് പറയുന്ന കേസിൽ, അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനിലെ കേസിൽ, സേവിയർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസിൽ മാരിമുത്ത് സാറിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഡിറ്റക്ടിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു ചാർജ് ഷീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അവിടെ ഇൻവെസ്റ്റിഗേഷനും ഇല്ല, ചാർജ് ഷീറ്റും ഇല്ല. അപ്പോൾ അതിൽ പറഞ്ഞ ജഡ്ജ്മെൻ്റാണ് അദ്ദേഹം നൗഷാദ് കേസിലും വീണ്ടും 2 വർഷം കഴിഞ്ഞാൽ പറഞ്ഞത് ഈ കോടതി ഇതുപോലെ പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഖാദർ വന്നിട്ട് പറഞ്ഞ് ഡിറ്റക്ഷൻ അതിൽ തന്നെ എബോവ് 60% ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓവർ, പിന്നെ സാമ്പിൾ ഫോർവേഡ് ചെയ്യുക, ചാർജ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുക, ഇതേ ഉള്ളൂ, അതുകൊണ്ട് അഫക്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് മാരിമുത്ത് സാറിൻ്റെ ജഡ്ജ്മെൻറ്റിനാണ് മോഹൻലാൽ വേഴ്സസ് യൂണിറ്റ് വന്നപ്പോഴത്തേക്ക് ഇപ്പം നൽകി. അപ്പോൾ നിയമം എന്ന് പറഞ്ഞത് കുറേയെങ്കിലും സ്റ്റേബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അതിങ്ങനെ മാറി വരുന്നുണ്ട്, ഇനിയും ചിലപ്പോൾ മാറി വരാം. അപ്പോൾ കഴിയുന്നതും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ഉപയോഗിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 സാറന്മാരുണ്ട്, അവരും ഞാനും കൂടെ എന്നാൽ കഴിയുന്നത് ചെയ്ത് തരാം. ഞാൻ വാക്കുകൾ ചുരുക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ നോട്ടിഫൈ ചെയ്ത് മെസ്സേജായിട്ട് അയക്കുക. നന്ദി.